ഹായ് ഓൾ, വെൽക്കം ടു എസ് എസ് വേൾഡ് അക്കാദമി ഫോർ HSA സ്റ്റഡീസ്. എങ്ങനെയുണ്ട്? പഠനങ്ങളൊക്കെ ഉഷാറായി പോകുന്നു വിചാരിക്കുന്നു. നമ്മുടെ പാർട്ട് ബി മൊഡ്യൂൾ 5 നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിലെ അതിൽ രണ്ടാമത്തെ മേജർ കോൺസെപ്റ്റ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് സ്റ്റേറ്റ്, സിവിൽ സൊസൈറ്റി ആൻഡ് സോവറിനിറ്റി, ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ സോവറിനിറ്റി, പരമാധികാരം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് നമ്മൾ പഠിച്ചു അതിന്റെ ഡെഫിനിഷൻസും പ്രത്യേകതകളും ഒക്കെ. അപ്പൊ ഇനി വിവിധ തരം പരമാധികാരങ്ങൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോവറിനിറ്റി. അപ്പൊ ഇതിൽ നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് നാമമാത്ര പരമാധികാരവും യഥാർത്ഥ പരമാധികാരവും. അതായത് നോമിനൽ ആൻഡ് റിയൽ സോവറിനിറ്റി. നാമമാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനൽ, റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥം. അപ്പൊ ഇത് പിന്നെ ഈ ടോപ്പിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ടോപ്പിക്കിന്റെ താഴെയുള്ള കാര്യങ്ങൾ വായിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതാണ്. അപ്പൊ അത് ആദ്യം നമ്മൾക്ക് നോമിനൽ പരമാധികാരം, അതിന്റെ പ്രത്യേകത നോക്കാം. അപ്പോ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും എന്നാൽ യഥാർത്ഥ അധികാരം പ്രയോഗിക്കാത്തതുമായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം, അതിനെ വിശദീകരിക്കുന്നതാണ് നാമമാത്ര പരമാധികാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് പരമാധികാരിയായിട്ട് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്, എന്നാൽ യഥാർത്ഥ അധികാരം ഇവരല്ല പ്രയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള സ്ഥാപനത്തെയാണ് നമ്മൾ നോമിനൽ നാമമാത്ര പരമാധികാരം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അധികാരം പ്രതീകാത്മകമോ ആചാരപരമോ ആണ്. അവന് ഉദാഹരണം പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. യഥാർത്ഥ അധികാരം നമ്മൾ നേരത്തെ പറഞ്ഞു പ്രയോഗിക്കുന്നത് ആരാണ്? ഇവരല്ല, മറിച്ച് മറ്റുള്ളവരാണ്. തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാര്, രാഷ്ട്രീയക്കാർ, ഉദ്യോഗസ്ഥർ, ഏജൻസികൾ, ഇവരാണ് യഥാർത്ഥത്തിൽ അധികാരം നിർവഹിക്കുന്നത്. അപ്പൊ ഭരണഘടനാപരമായിട്ടുള്ള രാജവാഴ്ചകളിലാണ് കൂടുതലും കാണപ്പെടുന്നത്. ഇതിനൊരു ഉദാഹരണമാണ് നമ്മളുടെ, അല്ലെ? ഇതൊക്കെ പെട്ടെന്ന് പറഞ്ഞാൽ മതി. ഭരണഘടനാപരമായിട്ടുള്ള രാജവാഴ്ചയുള്ള രാജ്യമാണ് നമ്മുടെ ബ്രിട്ടൻ എന്ന് പറയുന്നത്, യുണൈറ്റഡ് കിങ്ഡം. ഇവിടെ രാജാവ്, അല്ലെ, അല്ലെങ്കിൽ രാജ്ഞിയാണ് യഥാർത്ഥത്തില് യുണൈറ്റഡ് കിങ്ഡത്തിലെ രാജാവ് അല്ലെങ്കിൽ രാജ്ഞി പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ യഥാർത്ഥത്തിൽ അധികാരം കൈയാളുന്നുണ്ട്. ഒരു മിനിറ്റ്. യാ, ഇതിന് ഉദാഹരണം യുണൈറ്റഡ് കിങ്ഡത്തിലെ രാജാവ് അല്ലെങ്കിൽ രാജ്ഞി. നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? എലിസബത്ത് രാജ്ഞി, ചാൾസ് രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇവർക്ക് യഥാർത്ഥത്തിൽ അധികാരമൊന്നുമില്ല. പക്ഷെ നിയമപ്രകാരം ആ രാഷ്ട്രത്തിന്റെ തലവൻ, പരമാധികാരി എന്ന് പറയുന്നത് ഈ രാജാവ് അല്ലെങ്കിൽ ഇവിടുത്തെ രാജ്ഞിയാണ്. യഥാർത്ഥത്തിൽ ഇവർക്ക് അധികാരമില്ല. അപ്പൊ അവിടെ യഥാർത്ഥ അധികാരം നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയും പാർലമെന്റാണ്. അപ്പൊ അവിടെയാണ് യഥാർത്ഥ പരമാധികാരി എന്ന് പറയുന്നത്. അല്ലെ, നമ്മൾ രണ്ടു തരം, ഒന്ന് നോമിനൽ സോവറിൻ, റിയൽ സോവറിൻ. അപ്പൊ ഇവിടെ റിയൽ സോവറിൻ, യഥാർത്ഥ പരമാധികാരി എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ് അല്ലെങ്കിൽ പാർലമെന്റ് ആണ്. ഇത്രയേ ഉള്ളത് നോമിനൽ അല്ലെങ്കിൽ റിയൽ സോവറിനിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ യു കെയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ രാജാവ് ഔദ്യോഗിക രാഷ്ട്രത്തലവനാണ്, അല്ലെ? പക്ഷെ യഥാർത്ഥ അധികാരം അദ്ദേഹത്തിന് ഇല്ല. ഇന്ത്യയിലും അതേപോലെ ഒരു സംവിധാനമാണ്. നമ്മൾക്ക് രാഷ്ട്രപതിയാണ് ഔദ്യോഗിക രാഷ്ട്രത്തലവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തിന്റെ ഔദ്യോഗിക രാഷ്ട്രത്തലവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് രാഷ്ട്രപതിയാണ്. പക്ഷെ യഥാർത്ഥ അധികാരം നമുക്കറിയാം പ്രധാനമന്ത്രി, പാർലമെന്റ് ഒക്കെയാണ് യഥാർത്ഥ അധികാരം കൈയാളുന്നത്. അപ്പൊ അതാണ് റിയൽ സോവറിൻ ആൻഡ് നോമിനൽ സോവറിൻ. വളരെ സിമ്പിൾ ആണ്, അല്ലെ? അത് വായിച്ചാൽ മതി. ഇത് മനസ്സിലാകാൻ വലിയ സംഭവം ഒന്നും ആവശ്യമില്ല, വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. അടുത്ത ഡിജൂർ ഡിഫാക്ടോ പരമാധികാരം. രണ്ടാണ്, ഒന്ന് ഡിജൂർ, അതേപോലെ തന്നെ ഡിഫാക്ടോ പരമാധികാരം. ഇവിടെ നിങ്ങൾ ഈ ഹെഡിങ് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതും ഈസിലി, വളരെ ഈസി ആയിട്ട് നമ്മളുടെ മൈൻഡിലേക്ക് പോകും. ഡിജ്യൂർ, ജൂറി എന്നൊക്കെ കേട്ടില്ലേ നിങ്ങൾ? ജൂറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നിയമപ്രകാരം, അല്ലെ? അപ്പൊ നിയമപ്രകാരം എന്നതിന്റെ ലാറ്റിൻ പദമാണ് ഡിജൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നിയമപ്രകാരം, ഇപ്പൊ എന്താ നിയമപ്രകാരം? ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട അല്ലെങ്കിൽ നിയമാനുസൃത അധികാരത്തെ സൂചിപ്പിക്കുന്നതാണ് ഡിജൂർ എന്ന് പറയുന്നത്. അപ്പോ ഔദ്യോഗികമായി, ഒഫീഷ്യലി അല്ലെങ്കിൽ ലീഗലി അംഗീകരിക്കപ്പെട്ട അധികാരമാണ് ഡിജ്യൂർ സോവറിൻ അല്ലെങ്കിൽ ഡിജ്യൂർ പരമാധികാരം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഭരണഘടനയോ നിയമമോ അനുസരിച്ചിട്ടുള്ള പരമാധികാരമാണിത്. യഥാർത്ഥ അധികാരം കൈവശം വെക്കുകയോ വെക്കാതിരിക്കുകയോ ചെയ്യാം. ഇതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഡിജൂറിന്റെ ഒരു പ്രത്യേകത, നിയമപ്രകാരം അംഗീകരിക്കപ്പെട്ടതാണ്. യഥാർത്ഥ പരമാധികാരം ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ഇതാണ് ഡിജൂർ പരമാധികാരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇവിടെ മറ്റു രാഷ്ട്രങ്ങളുടെയും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെയും അംഗീകാരം ഉണ്ടായിരിക്കും. ഈ ഡിജൂർ പരമാധികാരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു രാഷ്ട്രങ്ങളുടെയും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെയും അംഗീകാരം ഉണ്ടായിരിക്കും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനൊരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ, രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നാസി ജർമ്മനി ഫ്രാൻസ് പിടിച്ചടക്കിയിരുന്നെങ്കിലും ചാൾസ് ഡിഗല്ലെ നയിച്ച സ്വതന്ത്ര ഫ്രഞ്ച് സർക്കാർ ഫ്രാൻസിന്റെ ഡി ജൂറി സർക്കാരായിരുന്നു.
അപ്പൊ നിയമപ്രകാരം അംഗീകരിച്ച സർക്കാരാണ് ഫ്രാൻസിന്റെ സർക്കാരാണ് പിന്നെ ചാൾസ് ഡിഗലിനെ നയിച്ച ഫ്രഞ്ച് സർക്കാരാണ് ഡിജ്യൂർ പരമാധികാരി എന്ന് പറയുന്നത്. പക്ഷെ ആരാണ് അവിടെ കീഴടക്കിയിട്ടുള്ളത്? നാസി ജർമ്മനി ഫ്രാൻസ് പിടിച്ചടക്കി. പക്ഷെ അവിടുത്തെ അധികാരി ആരിപ്പോഴാണ്? ഡിജ്യൂർ പരമാധികാരി ആരാണ്? നിയമപ്രകാരം പരമാധികാരി ആരാണ്? ചാൾസ് ഡിഗല്ലേ. മുസോളിനി 1922 ഇറ്റലി അധികാരത്തിൽ വരുമ്പോൾ വിക്ടർ ഇമാനുവൽ ആയിരുന്നു ഡിജ്യൂർ പരമാധികാരി. അധികാരത്തിൽ വരുന്ന സമയത്ത് ആരായിരുന്നു? നിയമപ്രകാരം ആരാണ്? നമ്മുടെ വിക്ടർ ഇമാനുവൽ ആയിരുന്നു പരമാധികാരി എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഒരു ഉദാഹരണം എന്ന് നമ്മൾക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഡിഫാക്റ്റോ ആണ്. ഡിഫാക്റ്റോ എന്നാ ഡിഫാക്റ്റോ പരമാധികാരി ഇൻഫാക്ട്, യഥാർത്ഥത്തിൽ. ഇംഗ്ലീഷിൽ നമ്മൾ പറയില്ല ഇൻഫാക്ട്, യഥാർത്ഥത്തിൽ എന്നതിന്റെ ലാറ്റിൻ പദമാണ് ഡിഫാക്ടോ. യഥാർത്ഥത്തിൽ എന്നതിന്റെ ലാറ്റിൻ പദമാണ് ഡിഫാക്ടോ. അപ്പൊ യഥാർത്ഥത്തിൽ ആരാണ്? നിയമപരമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും യഥാർത്ഥ അധികാരത്തെയോ നിയന്ത്രണത്തെയോ സൂചിപ്പിക്കുന്നതാണ് ഡിഫാക്ടോ പരമാധികാരം എന്ന് പറയുന്നത്. അപ്പൊ പ്രായോഗികമായിട്ട് യഥാർത്ഥ അധികാരം കൈവശം വെക്കുന്നതാണ് ഡിഫാക്ടോ അധികാരി പരമാധികാരി എന്ന് പറയുന്നത്. അപ്പൊ നിയമാനുസൃതമോ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടതോ ആയിരിക്കില്ല. അതാണ് ഇതിന്റെ യഥാർത്ഥത്തിൽ അധികാരികൾ ചില സാഹചര്യത്തില് പിന്നെ നിയമാനുസൃതമോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ടതായിരിക്കില്ല. വിപ്ലവങ്ങൾ, സൈനിക ഭരണം അല്ലെങ്കിൽ അധിനിവേശങ്ങൾ എന്നിവയ്ക്കിടെയാണ് ഇത് സംഭവിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണമല്ലേ, അതിൽ നിന്നും മാറ്റിക്കഴിഞ്ഞാൽ ഡിഫാക്ടോയെ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. 1999 ഒരു സൈനിക അട്ടിമറിയിലൂടെ ജനറൽ പർവേസ് മുഷറഫ് പാകിസ്ഥാന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ അധികാരി എന്ന് ഡിഫാക്ടോ ഭരണാധികാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനിക തലവനായിരുന്ന പർവേസ് മുഷറഫ് ആയിരുന്നു. അപ്പൊ തുടക്കത്തിൽ അദ്ദേഹം ഡിഫാക്ടോ ഭരണാധികാരിയായിരുന്നു. പിന്നെ അത് മാറ്റങ്ങൾ സംഭവിക്കും. പാകിസ്ഥാനിൽ എപ്പോഴും രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുന്നതുകൊണ്ട് ഇതിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും. ഇനി ഹിറ്റ്ലർ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഡിഫാക്ടോ പരമാധികാരിയായിരുന്നു. യഥാർത്ഥത്തില് അല്ലെ ഡിഫാക്ടോ ഡിജൂറി പരമാധികാരികളുടെ രാജ്യത്തുണ്ട് എങ്കിൽ പോലും ഡിഫാക്ടോ യഥാർത്ഥത്തില് ഹിറ്റ്ലർ ആയിരുന്നു പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും പരമാധികാരി എന്നുള്ളത്. 1922 അല്ലെ ഇറ്റലിയിൽ മുസോളിനി അധികാരത്തിലെത്തിയപ്പോൾ അദ്ദേഹം ഡിഫാക്ടോ പരമാധികാരിയായി അല്ലെ. 1922 ഇറ്റലിയില് മുസോളിനി അധികാരത്തിലെത്തിയപ്പോൾ അദ്ദേഹം ഡിഫാക്ടോ പരമാധികാരിയായി. യഥാർത്ഥത്തിൽ അധികാരം മുസോളിനിയുടെ കൈവശമാണ്. പക്ഷെ ഡിജൂറി നിയമാനുസൃതമായിട്ട് ആരായിരുന്നു? വിക്ടർ ഇമാനുവൽ ആയിരുന്നു. 1922 പിന്നെ മുസോളിനി അധികാരത്തിലെത്തിയ വിക്ടർ ഇമാനുവൽ ആയിരുന്നു. അപ്പൊ അതാണ് ജസ്റ്റ് ഇത് ഈ രീതിയിലൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അടുത്തത് നിയമപരവും രാഷ്ട്രീയപരമായിട്ടുള്ള പരമാധികാരം. നിയമപരവും, ഇപ്പൊ ഇത് മൂന്നാമത്തെയാണ് കേട്ടോ, അതിൽ 2 എന്ന് പറയുന്നുണ്ട്, മിസ്റ്റേക്ക് ആണ്. ഇത് നിയമപരവും രാഷ്ട്രീയവുമായിട്ടുള്ള പരമാധികാരം. അപ്പൊ നിയമപരമായിട്ടുള്ള പരമാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിമ്പിൾ ആണ്. നിയമപരമായിട്ടുള്ള പരമാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു രാഷ്ട്രത്തിനുള്ളിൽ പരമോന്നത നിയമനിർമ്മാണ അധികാരമാണ് നിയമപരമായിട്ടുള്ള പരമാധികാരം എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിയമമോ ഭരണഘടനയോ പ്രകാരം അംഗീകരിക്കപ്പെട്ടതാണ്. നിയമപരമായിട്ടുള്ള പരമാധികാരം, ഇതൊക്കെ ചെറിയൊരു കോംപ്ലിക്കേഷൻ വരരുത്. ഇതൊരു ജസ്റ്റ് ഈ രീതിയിൽ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതൊക്കെ ഏറിയും കുറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടേമുകളാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ടേം എന്താണോ പറയുന്നത്, ഇപ്പൊ നിയമപരമായിട്ടുള്ള പരമാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. അധികം ചിന്തിച്ചിട്ട് സമയം കളയേണ്ട സാഹചര്യം ഇല്ല, അതിനുള്ള സമയം നമ്മൾക്കില്ല. ഓക്കെ, അപ്പൊ നിയമപരമായിട്ടുള്ള പരമാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രത്തിനുള്ളിൽ പരമോന്നത നിയമനിർമ്മാണ അധികാരം, അതായത് നിയമം നിർക്കാനുള്ള അധികാരത്തെയാണ് നിയമപരമായിട്ടുള്ള പരമാധികാരം എന്ന് പറയുന്നത്. അപ്പൊ നിയമമോ ഭരണഘടനയോ പ്രകാരം അംഗീകരിക്കപ്പെട്ടതാണ്. അപ്പൊ നിയമപരമായിട്ടുള്ള പരമാധികാരം ഒരു രാഷ്ട്രത്തിന് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനും നിയമപരമായി അവ നടപ്പിലാക്കാനുള്ള അധികാരം നൽകുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സവിശേഷത ഒന്നുകൂടി വിശദമാക്കി കഴിഞ്ഞാൽ, നിയമങ്ങൾ നിർമ്മിക്കാനോ ഭേദഗതി ചെയ്യാനോ റദ്ദാക്കാനുള്ള അവകാശം നിയമപരമായിട്ടുള്ള പരമാധികാരത്തിനുണ്ട്. ഇപ്പൊ രാഷ്ട്രത്തിന് നിയമപരമായ പരമാധികാരം ഉണ്ട് എങ്കിൽ നിയമങ്ങൾ നിർമ്മിക്കാനോ ഭേദഗതി ചെയ്യാനോ റദ്ദാക്കാനുള്ള അവകാശം ഉണ്ട് എന്നർത്ഥം. ഇപ്പൊ ഇന്ത്യയില് നമ്മുടെ പാർലമെന്റ് അല്ലെ, ഈ പാർലമെന്റിന്റെ നേതൃത്വത്തിലുള്ള പ്രധാനമന്ത്രി, മന്ത്രിസഭയ്ക്കൊക്കെ ഈ ഒരു അവകാശമുണ്ട്. അപ്പൊ നിയമപരമായിട്ടുള്ള പരമാധികാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മന്ത്രിസഭയാണ്. പ്രധാനമന്ത്രി നേതൃത്വം വഹിക്കുന്ന മന്ത്രിസഭയാണ് പാർലമെന്റ്. ഓക്കെ, പാർലമെന്റിൽ അവര് നിയമങ്ങൾ നിർമ്മിക്കുന്നു, ഭേദഗതി ചെയ്യുന്നു, റദ്ദാക്കുന്നു. സാധാരണയായി ഭരണഘടനയിലോ നിയമനിർമ്മാണ സഭയിലോ ഇത് കാണപ്പെടുന്നു. നിയമപരമായ കാര്യങ്ങളിൽ അന്തിമമായിട്ടുള്ള അധികാരം ഇവർക്കുണ്ടായിരിക്കും. ആന്തരികമായും ബാഹ്യമായും ഇത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഉദാഹരണം പറയുമ്പോൾ അത് കൃത്യമാവും. ഇന്ത്യയിൽ പാർലമെന്റ് നിയമപരമായിട്ടുള്ള പരമാധികാരം ഉള്ളതാണ്.
പാർലമെന്റിൽ എങ്ങനെയാ നിയമപരമായ അധികാരം ഉള്ളത്? ഈ പാർലമെന്റില് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടാവും. ഇവർ കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം തന്നെ പാർലമെന്റിൽ പിന്നെ അല്ലെ ഭരണഘടനാപരമായിട്ട് പാർലമെന്റിൽ ആർക്കാണോ ഭൂരിപക്ഷം ഉള്ളത് ആ അവരുടെ നേതൃത്വത്തിലാണ് മന്ത്രിസഭ രൂപീകരിക്കുന്നത്. അപ്പൊ അവര് നിയമങ്ങൾ നിർമ്മിക്കുന്നു. അപ്പൊ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് നിയമം നിർമ്മിക്കാനുള്ള ഭരണഘടനാപരമായ അധികാരം ആർക്കുണ്ട്? ഈ നിയമപരമായിട്ടുള്ള പരമാധികാരിക്കുണ്ട്, പരമാധികാരത്തിനുണ്ട്. അപ്പോ യുണൈറ്റഡ് കിങ്ഡത്തിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരിൽ നിന്നാണ് പല കാര്യങ്ങളും കടെടുത്തിട്ടുള്ളത്. ബ്രിട്ടീഷ് പാർലമെന്റും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും ഈ നിയമപരമായ പരമാധികാരം വഹിക്കുന്നതിന് ഉദാഹരണമായിട്ട് നമ്മൾക്ക് പറയാം. രാഷ്ട്രീയമായിട്ടുള്ള പരമാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള അധികാരത്തെ പിന്നിലെ യഥാർത്ഥ അധികാരത്തെ സൂചിപ്പിക്കുന്നതാണ് രാഷ്ട്രീയ പരമാധികാരം എന്ന് പറയുന്നത്. അപ്പോ നിയമപരമായിട്ടുള്ള അധികാരത്തിന് പിന്നിലെ യഥാർത്ഥ അധികാരം, അതാണ് രാഷ്ട്രീയ പരമാധികാരം എന്ന് പറയുന്നത്. അപ്പോ ജനങ്ങളുടെ ഇച്ഛാശക്തിയോ പൊതുജന അഭിപ്രായമോ ആണ് രാഷ്ട്രീയ പരമാധികാരം എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. രാഷ്ട്രീയ പരമാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളാണ്, ജനങ്ങളുടെ ഇച്ഛാശക്തിയാണ്, അല്ലെങ്കിൽ പൊതുജന അഭിപ്രായമാണ്. ഇപ്പോ നമ്മുടെ രാജ്യത്ത് മോദി ഗവൺമെന്റ് ആണെങ്കിൽ പോലും അപ്പോ റീസെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട് ചില ബില്ലുകൾ പാസാക്കി. പക്ഷേ ബഹുഭൂരിപക്ഷം എന്താ പറയാ മെജോറിറ്റി പാർലമെന്റിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും BJPക്ക് അതുമായി മുന്നോട്ട് പോവാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? ജനങ്ങളുടെ ഇച്ഛാശക്തി അല്ലെങ്കിൽ പൊതുജനത്തിന്റെ അഭിപ്രായം അതിന് വിരുദ്ധമായിരുന്നു ആ നിയമങ്ങൾക്ക്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ റദ്ദാക്കേണ്ട ഒരു സാഹചര്യം വന്നു. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. രാഷ്ട്രീയ പരമാധികാരം ജനങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ ജനങ്ങളുടെ അധികാരമാണ് ഈ രാഷ്ട്രീയ പരമാധികാരം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഒരു നിർവചനമൊന്നുമില്ല. എന്താണ് രാഷ്ട്രീയ പരമാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് നിർവചിക്കാൻ പറ്റൂല. കാരണം എന്താ? എല്ലാ ജനങ്ങൾക്കും ഒരു അഭിപ്രായം ഉണ്ടാവണമെന്നില്ല. അതേപോലെ തന്നെ എല്ലാ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടാവണമെന്നില്ല. ഈ കാർഷിക ബില്ലുകൾക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രതിഷേധം വന്നത് അങ്ങ് പഞ്ചാബ് ആ മേഖലകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധം വന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും ഏത് വിഭാഗങ്ങളിൽ നിന്നൊക്കെ ഇത് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ യഥാർത്ഥ നിയന്ത്രണവും സ്വാധീനവും പലപ്പോഴും രാഷ്ട്രീയ പരമാധികാരമാണ്. ഭരണത്തിലെ യഥാർത്ഥ നിയന്ത്രണവും സ്വാധീനവും പലപ്പോഴും രാഷ്ട്രീയ പരമാധികാരമാണ്. ഒരു ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പരമാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കൊപ്പമാണ്. നിയമപരമായ പരമാധികാരം ആരാണ് പ്രയോഗിക്കുന്നതെന്ന് നിർണ്ണയിക്കുന്നത് രാഷ്ട്രീയ പരമാധികാരമാണ്. അല്ലെ? അപ്പൊ ജനങ്ങൾ ഞങ്ങൾ ഒരു പാർട്ടിയെ ഭരണത്തിൽ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കുന്നു. അപ്പൊ ആരാണ് നിയമപരമായ പരമാധികാരം പ്രയോഗിക്കേണ്ടത് എന്ന് പോലും നിർണ്ണയിക്കുന്നത് ഈ രാഷ്ട്രീയ ജനങ്ങളുടെ ഇച്ഛാശക്തി അഭിപ്രായമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ രാഷ്ട്രീയ പരമാധികാരം എന്നത് എന്താണ് എന്ന് നമ്മൾ ഏകദേശം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഈ ഉദാഹരണം പറയുമ്പോൾ ഇന്ത്യയിൽ ജനങ്ങൾ രാഷ്ട്രീയ പരമാധികാരികളാണ്. പാർലമെന്റിലേക്കുള്ള ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന ആരാണ്? ജനങ്ങളാണ്. ഒരു സർക്കാരിന് പൊതുജന പിന്തുണ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. നിയമപരമായ അധികാരം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ രാഷ്ട്രീയ നിയമസാധുത നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ ജനങ്ങളുടെ പൊതുജന അഭിപ്രായം ഇല്ല, തീരെ നഷ്ടപ്പെട്ടു ചില പ്രത്യേക കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത് കൊണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ നിയമപരാധികാരം ഉണ്ട് എങ്കിൽ പോലും രാഷ്ട്രീയ നിയമസാധുത നഷ്ടപ്പെടാനുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പരമാധികാരം നഷ്ടപ്പെടാനുള്ള സാധ്യത ഈ ഘട്ടത്തിലുണ്ട്. ഇപ്പൊ ലെനിന്റെ രാഷ്ട്രീയ അധികാരമാണ് റഷ്യയിലെ നിക്കോളാസ് ഭരണം തകർത്തത് ലെനിന്റെ രാഷ്ട്രീയ പരമാധികാരമാണ്. അതേപോലെ മാവോ സേത്തുങ്ങിന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പരമാധികാരമാണ് ചിയാൻ കൈഷകിനെ താഴെ ഇറക്കിയത്. ഇതാണ് രാഷ്ട്രീയ പരമാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഭൂരിപക്ഷ ജനങ്ങളുടെ അഭിപ്രായം ഇച്ഛാശക്തിയുമാണ് രാഷ്ട്രീയ പരമാധികാരം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഏറ്റവും എനിക്ക് വളരെ കൗതുകകരമായിട്ട് എന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കി വെക്കേണ്ട ഒരു ഡെഫിനിഷൻ, നിയമപരമായ അധികാരത്തിനു പിന്നിൽ നിയമപരമായ അധികാരം തലകുനിക്കേണ്ട രാഷ്ട്രീയ അധികാരമുണ്ട്. അപ്പൊ നിയമപരമായിട്ടുള്ള അധികാരത്തിന് പിന്നിൽ ശ്രദ്ധിച്ചു കേട്ടോ, നിയമപരമായിട്ടുള്ള അധികാരം അല്ലെ, ഭരണഘടന അല്ലെങ്കിൽ നിയമം ഔദ്യോഗികമായിട്ടൊക്കെയുള്ള അധികാരമാണ് നിയമപരമായിട്ടുള്ള അധികാരം എന്ന് പറയുന്നത്. അതിന് പിന്നിൽ നിയമപരമായിട്ടുള്ള അധികാരം, ഈ ഭരണഘടനയും ഈ ഔദ്യോഗികതയൊക്കെ തലകുനിക്കേണ്ട രാഷ്ട്രീയ അധികാരമുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് AV ഡൈസി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ AV ഡൈസി, അപ്പൊ ഇത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഇത് ചിലപ്പോൾ ഈ പരീക്ഷയിൽ കുറച്ചും കൂടി ഡീപ്പിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇത് നിയമപരമായ അധികാരത്തിനേക്കാൾ അതിന്റെ പിന്നിലുള്ളതാണ്
രാഷ്ട്രീയപരമായിട്ടുള്ള അധികാരം എന്ന് പറഞ്ഞതാണ് AV ഡൈസി. അപ്പൊ ഡൈസിനെ എങ്ങനെ നമ്മൾ ഡെയ്സി AV ഡെയ്സിനെ എങ്ങനെ പഠിച്ചു നോക്കുക? എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളുടേതായ ഒരു കോഡിൽ കുറെ കോഡ് ഞാൻ തരാറുണ്ട്. ഇനി ഞാൻ കുറച്ച് കോഡുകളൊക്കെ നിങ്ങൾക്ക് തരുന്നു. ഇതെങ്ങനെയാണ് അല്ലെ? രാഷ്ട്രീയപരമായിട്ടുള്ള അധികാരം, നിയമപരമായ അധികാരത്തിന് പിന്നിൽ എന്തുണ്ട്? രാഷ്ട്രീയപരമായിട്ടുള്ള അധികാരമുണ്ട്. അത്ര ആലോചിച്ച് വെച്ചാൽ മതി. അത് ഈ ഡെയ്സി ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യും? അതുകൂടി നിങ്ങളൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് പോകാനുള്ള സാധ്യതയില്ല. അടുത്തതാണ് കഴിഞ്ഞ വർഷം ചോദ്യം ചോദിച്ചിട്ടുള്ള ഒരു പരമാധികാരമാണ് ജനകീയ പരമാധികാരം എന്ന് പറയുന്നത്, പോപ്പുലർ സോവറിനിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈ രാഷ്ട്രീയ പരമാധികാരവുമായി ബന്ധപ്പെട്ടതാണ് ഈ ജനകീയ പരമാധികാരം എന്ന് പറയുന്നത് അല്ലെ. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയ പരമാധികാരം എന്നതിന്റെ ഒരു വ്യത്യസ്ത അല്ലെങ്കിൽ വേറൊരു വീക്ഷണമാണ് ജനകീയ പരമാധികാരം എന്ന് പറയുന്നത്. അപ്പൊ ജനകീയ പരമാധികാരം എന്ന സങ്കല്പം ആധുനിക ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമാണ് ജനകീയ പരമാധികാരം എന്ന് പറയുന്നത്. അപ്പൊ ജനകീയ പരമാധികാരത്തിൽ എല്ലാ അധികാരവും ജനങ്ങൾക്കാണ്. ആത്യന്തിക പരമാധികാരികൾ ജനങ്ങളാണെന്ന് വാദിക്കുന്ന സങ്കല്പമാണ് ജനകീയ പരമാധികാരം എന്ന് പറയുന്നത്. അപ്പൊ ആത്യന്തിക പരമാധികാരികൾ ജനങ്ങളാണ് എന്ന് വാദിക്കുന്ന സങ്കല്പമാണ് ജനകീയ പരമാധികാരം. ഇതൊക്കെ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കുന്നതാണ്. ഇതിലൊന്നും നമ്മൾ ഒരു പരിധി വിട്ട് എന്ത് ചെയ്യണ്ട, നമ്മൾ മസിൽ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ രാഷ്ട്രീയ അവകാശങ്ങളെ കുറിച്ച് ജനങ്ങൾക്കുണ്ടാകുന്ന അവബോധത്തിന്റെ പരിണിത ഫലമാണ് ജനകീയ പരമാധികാരം എന്ന് പറയുന്നത്. അപ്പോ ചില രാഷ്ട്രീയ അവകാശങ്ങളെ കുറിച്ച് ജനങ്ങൾക്കുണ്ടാകുന്ന അവബോധം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കേരളത്തിൽ ബാക്കി ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കേരളീയ ജനതയ്ക്ക് അത് കുറവാണ്. അതുകൊണ്ടാണ് നമ്മുടെ പോലീസുകാർ അമിതമായിട്ട് അധികാരം പ്രയോഗിക്കാത്തതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ അവകാശങ്ങളെ കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ റീസെന്റ് സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ട്, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഭരണഘടന അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളുടെ പരമമായിട്ടുള്ള ലംഘനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ ഖേദകരമാണ് ഈ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ സുപ്രീം കോടതി അവർ ചെയ്യുന്ന പല കാര്യങ്ങൾ കൊണ്ട്. അപ്പൊ ഈ ജനകീയ പരമാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ അവകാശങ്ങളെ കുറിച്ച് ജനങ്ങൾക്കൊരു ബോധം ഉണ്ടാകുമ്പോഴാണ് ഈ ജനകീയ പരമാധികാരം എന്ന സംഭവം ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇത് ആദ്യമായിട്ട് നമ്മൾക്ക് കാണാം റോമൻ കാലഘട്ടത്തിലെ ലിഖിതങ്ങളിലൊക്കെ കാണാം. ഇത് ജസ്റ്റ് നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് പരീക്ഷയിൽ ചോദിക്കൂല. ഫ്രഞ്ച് വിപ്ലവത്തോടു കൂടി എന്ത് ചെയ്തു? ഇത് പ്രസിദ്ധമായിത്തീർന്നു. അപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഒരു പ്രത്യേകതയാണ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി അല്ലെ. സ്വാതന്ത്ര്യം വേണം എല്ലാവർക്കും, ഇക്വാലിറ്റി തുല്യത വേണം, ഫ്രട്ടേണിറ്റി സാഹോദര്യം വേണം. ഇതാണ് ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത്. അതോടുകൂടിയാണ് ഈ ജനങ്ങളാണ് പരമാധികാരികൾ. സാധാരണ ഫ്രഞ്ച് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എസ്റ്റേറ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ് ആൻഡ് തേർഡ് എസ്റ്റേറ്റ് ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 97% ജനങ്ങൾ വരുന്ന തേർഡ് എസ്റ്റേറ്റിന് ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. അവകാശങ്ങളെല്ലാം പ്രഭുക്കന്മാരും അതേപോലെ തന്നെ അവിടുത്തെ പുരോഹിതന്മാരുമാണ് കൈയാളിയിരുന്നത്. അപ്പോ ജനങ്ങൾ ഇതിനെതിരെ സംഘടിച്ചു. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. ലിബർട്ടി അല്ലെ, സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണം. ഇക്വാലിറ്റി എല്ലാവരും തുല്യരാണ്. ഫ്രട്ടേണിറ്റി സാഹോദര്യവും വേണം. ആ ഇതിന് ശേഷമാണ് നമ്മളുടെ ജനകീയ പരമാധികാരം എന്ന് പറയുന്ന സാധനം ജനകീയമായത്. ഇപ്പോൾ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും നമ്മൾക്ക് കാണപ്പെടുന്ന ജനാധിപത്യ മാതൃകയായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും സാർവജനീനമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും ഈ ജനാധിപത്യ മാതൃക അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അമേരിക്കൻ ഭരണഘടന ജനകീയ പരമാധികാരത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയും ഈ ജനകീയ പരമാധികാരത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതിലാണ്. അപ്പൊ നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത് ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയും ജനകീയ പരമാധികാരത്തെ ഉയർത്തിപ്പിടിക്കുന്നു. കഴിഞ്ഞ വർഷം പക്ഷേ പരീക്ഷയിൽ ചോദ്യം വന്നത് എവിടുന്നാന്നറിയാം നിങ്ങൾക്ക്? ജനകീയ പരമാധികാരവുമായി ബന്ധപ്പെട്ട ചിന്തകൻ അല്ലെ. നമുക്ക് 2022 ജനകീയ പരമാധികാരം, പോപ്പുലർ സോവറിനിറ്റി എന്ന ആശയവുമായി ബന്ധമുള്ള ചിന്തകൻ ആര്? ഓപ്ഷനിൽ ജോൺ ലോക്ക്, അരിസ്റ്റോട്ടിൽ, മാക്കിയവെല്ലി, ഇമ്മാനുവൽ കാന്റ് 4 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതില് റൂസോ, ജോൺ ലോക്ക് ഇവരാണ് ജനകീയ പരമാധികാരവുമായി ബന്ധപ്പെട്ട ചിന്തകർ എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 പഠിച്ചു വെക്കണം അല്ലെ. അപ്പോ ജോൺ ലോക്കിന് പകരം റൂസോ ആണെന്നുണ്ടെങ്കിൽ റൂസോ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പൊ ഈ 2 പേരെ ഒന്ന് പഠിച്ചു വെക്കണം. ജനകീയ പരമാധികാരവുമായി ബന്ധപ്പെട്ട ചിന്തകരാണ് റൂസോ ആൻഡ് ജോൺ ലോക്ക് അല്ലെ. ലോക്ക് ആവരുത്, ജനങ്ങളുടെ ഒരു പരമാധികാരം ഒരിക്കലും ലോക്ക് ആവരുത്. അപ്പൊ ജോൺ ലോക്ക്. പിന്നെ അതേപോലെ തന്നെ റോസ് എപ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെയും
അല്ലെ, പ്രണയത്തിന്റെയും ചാരിതാർത്ഥ്യത്തിന്റെയും അടയാളാണ്. അപ്പൊ ജനകീയ പരമാധികാരവുമായി റൂസോയും ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ സിമ്പിൾ ആയിട്ടുള്ള, എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഇതിന് ഞാൻ അധികം സ്ട്രെസ് ചെയ്യാത്ത എന്താണെന്നറിയോ, ഞാൻ ജസ്റ്റ് പറഞ്ഞേ പോകുന്നുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്കും വായിച്ചാൽ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ വായിച്ച് ഒറ്റ പ്രാവശ്യം വായനയിൽ തന്നെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന, പതിഞ്ഞു നിൽക്കുന്ന, വളരെ ലളിതമായിട്ടുള്ള, നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒരു വിശകലനവും വിശദീകരണവുമാണ്. ഓക്കെ, അതുകൊണ്ട് ആഴത്തിൽ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. രാഷ്ട്രം, അതിന്റെ പ്രത്യേകത, സമൂഹവും രാഷ്ട്രവും തമ്മിലുള്ള വ്യത്യാസവും പ്രത്യേകതയാണ്. അപ്പൊ രാഷ്ട്രം ആദ്യം നോക്കാം. സമൂഹത്തിന്റെ ഉത്ഭവത്തിന് ശേഷമാണ് രാഷ്ട്രം നിലവിൽ വന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുന്ന സമയത്താണ് നമ്മൾ ഇതൊക്കെ കൂടുതൽ ഉപകാരപ്പെടുക. പെട്ടെന്ന് നമ്മൾ നോക്കി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കും, ചിലപ്പോൾ പെട്ടെന്ന് തെറ്റിക്കുകയും ചെയ്യും. പക്ഷെ ഇതൊന്ന് വായിച്ചാൽ മതി, ഉത്തരം നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് ഇത് കിട്ടുകയും ചെയ്യും. അപ്പൊ ഈ സമൂഹത്തിന്റെ പ്രത്യേകത എന്താണ്? സമൂഹം രാഷ്ട്രത്തിന് മുമ്പുള്ളതാണ്, അല്ലെ? അങ്ങനെ തന്നെയല്ലേ? സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ക്രിസ്ത്യൻ സമൂഹം, അല്ലെങ്കിൽ മുസ്ലിം സമൂഹം, ഹിന്ദു സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു രാജ്യം ഉരുത്തിരിഞ്ഞതിന് മുമ്പേ ഉള്ളതാണ്, അല്ലെ? അതാണ് സമൂഹത്തിന്റെ പ്രത്യേകത. സമൂഹത്തിന്റെ ഉത്ഭവത്തിന് ശേഷമാണ് രാഷ്ട്രം നിലവിൽ വന്നത്. സമൂഹം രാഷ്ട്രത്തിന് മുമ്പുള്ളതാണ്. രാഷ്ട്രത്തിന്റെ വ്യാപ്തി പരിമിതമാണ്. കാരണം ഒരു രാജ്യം അവിടെയാണ്, അത്രയേ ഉള്ളൂ ഒരു രാഷ്ട്രം എന്ന് പറയുന്നത്. അതിന്റെ അതിർത്തി എവിടെയാണോ അത്രയേ ഉള്ളൂ. പക്ഷേ സമൂഹത്തിന്റെ വ്യാപ്തി വിശാലമാണ്. ഒരു സമൂഹം, ഇപ്പോ ബുദ്ധ സമൂഹം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളിലും ഉണ്ട്. അപ്പോൾ വിശാലമാണ് അത്. രാഷ്ട്രത്തിന് നിശ്ചിത പ്രദേശമുണ്ട്, അല്ലെ? അതിർത്തി ഉണ്ട്. സമൂഹത്തിന് അങ്ങനെ അതിർത്തി ഇല്ല, ഒരു നിശ്ചിത അതിർത്തി ഇല്ല. കാരണം പല രാജ്യങ്ങളിലും ഇതുണ്ട്. രാഷ്ട്രം ഒരു രാഷ്ട്രീയ സംഘടനയാണ്, സമൂഹം ഒരു സാമൂഹിക സംഘടനയാണ്. വളരെ ബേസിക് ആയിട്ടുള്ളതാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിയമങ്ങൾ നടപ്പിലാക്കാൻ രാഷ്ട്രത്തിന് അധികാരമുണ്ട്, നിയമങ്ങൾ നടപ്പിലാക്കാൻ സമൂഹത്തിന് അധികാരമില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത, അല്ലെ? ഇപ്പൊ നമ്മുടെ നിയമങ്ങൾ നടപ്പിലാക്കാൻ, നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ നടപ്പിലാക്കാൻ സമൂഹത്തിനല്ല, രാഷ്ട്രത്തിനാണ് അധികാരം. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം, പ്രാഥമികമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ പറഞ്ഞത്. വെരി സിമ്പിൾ. ഇനി രാഷ്ട്രവും ഭരണകൂടവും തമ്മിലുള്ള ഒരു വ്യത്യാസം കൂടി നമ്മൾക്ക് നോക്കാം, അല്ലെ? ഗവൺമെന്റ് ആണ് ഈ ഭരണകൂടം എന്ന് പറയുന്നത്. വ്യത്യാസം എന്തൊക്കെയാണ്? രാഷ്ട്രത്തിന്റെ 4 ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു: ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഭരണകൂടം എന്നിവ ചേർന്നതാണ് രാഷ്ട്രം. ഇപ്പൊ ഭരണകൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗവൺമെന്റ് രാഷ്ട്രത്തിന്റെ ഭാഗമാണ്, രാഷ്ട്രത്തിന്റെ ഒരു ഭാഗമാണ് ഈ ഭരണകൂടം എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാഷ്ട്രത്തിന് യഥാർത്ഥ അധികാരമുണ്ട്. ഗവൺമെന്റിന് എവിടുന്നാണ്, ഭരണകൂടത്തിന് എവിടുന്ന അധികാരം ലഭിക്കുന്നത്? രാഷ്ട്രത്തിൽ നിന്നാണ്. ചെറിയൊരു വ്യത്യാസം. രാഷ്ട്രം ശാശ്വതവും എന്നേക്കുമായി നിലനിൽക്കുന്നതാണ്, ഗവൺമെന്റ് താൽക്കാലികമാണ്. രാഷ്ട്രം അമൂർത്തവും അദൃശ്യവുമാണ്, ജനങ്ങൾ ഓക്കെ, രാഷ്ട്രം അമൂർത്തവും അദൃശ്യമാണ്. എന്താ, രാഷ്ട്രത്തിന് നമുക്ക് പെട്ടെന്ന് അല്ലെ ഒന്ന് നിർവചിച്ചെടുക്കാൻ, കുറെ നിർവചനങ്ങൾ നിങ്ങൾ വായിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഗവൺമെന്റ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റും. അപ്പൊ രാഷ്ട്രത്തിനെ നമ്മൾക്ക് ആ രീതിയിൽ കാണാൻ പറ്റൂല. അപ്പോ ഇതിന് വിപരീതമായിട്ട് ജനങ്ങളുടെ ഇച്ഛാശക്തിയാൽ ഗവൺമെന്റുകളെ മാറ്റാൻ കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കുറച്ചും കൂടി വിസിബിൾ ആണ്, അല്ലെ? ഒരു ഗവൺമെന്റ് അടുത്ത 5 വർഷം കഴിഞ്ഞാൽ അടുത്ത ഗവൺമെന്റ്. പക്ഷെ രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെയല്ല, അത് വേറെ രീതിയിൽ ഓരോ കാലഘട്ടത്തിലും അതിന്റെ വ്യാഖ്യാനങ്ങളും അതിന്റെ എന്താ പറയാ ഫങ്ഷൻസും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ രാഷ്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ വായിച്ചാൽ മതി. ഇനി ആധുനിക രാഷ്ട്രം ഇപ്പൊ നമ്മളൊക്കെ അല്ലെ ആധുനിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന പൗരന്മാരായ നാം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ആധുനിക രാഷ്ട്രം? സ്വന്തമായിട്ടുള്ള ഒരു ഭരണകൂടം വേണം. ആധുനിക രാഷ്ട്രത്തിന്റെ പ്രത്യേകതകളാണ്. ഭരണകൂടം എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതൊന്നും ആധുനിക രാഷ്ട്രമായിട്ടില്ല, അണ്ടർ ഡെവലപ്ഡ് ആണ്, അവികസിത രാഷ്ട്രങ്ങളാണ്. ആധുനിക രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണകൂടം ആവശ്യമാണ്, നിയമങ്ങൾ ആവശ്യമാണ്, ജനങ്ങൾ ആവശ്യമാണ്, നിശ്ചിതമായിട്ടുള്ള അതിർത്തി ആവശ്യമാണ്, പൂർണ്ണ നിയന്ത്രണം, സ്വന്തം കാര്യങ്ങളിൽ പൂർണ്ണ നിയന്ത്രണമുള്ള ഒരു രാജ്യമാണ് ആധുനിക രാഷ്ട്രം എന്ന് പറയുന്നത്. 1648 വെസ്റ്റ് ഫാലിയ ഉടമ്പടിയാണ് ആധുനിക രാഷ്ട്രത്തിന്റെ അടിത്തറയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഈ വെസ്റ്റ് ഫാലിയ ഉടമ്പടിയാണ്. ഇത് ഒന്ന് നോക്കി വെക്കണം, ഇത് നിരന്തരമായിട്ട് പരീക്ഷയിലൊക്കെ കാണുന്നുണ്ട്. ഇനി രാഷ്ട്രത്തിന്റെ ചുമതലയാണ് നമ്മൾ ഒന്ന് നോക്കാൻ പോകുന്നത്. രാഷ്ട്രത്തിന്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ്. ജെർമി ബെന്താം അല്ലേ നമ്മൾ വെന്തോ എന്നൊക്കെ ചോദിക്കില്ലേ, ചോറ്, അതേപോലെ എന്താണ് എന്നിട്ട് ലക്ഷ്യം എന്താണ്? ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ ഭക്ഷണം, വെന്തിട്ട് ഭക്ഷണം കഴിക്കലല്ല, നന്മ ചെയ്യലാണ് രാഷ്ട്രത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ബന്ധു എന്ന് ഓർക്കുമ്പോൾ നന്മ, ഭക്ഷണത്തിന് പകരം നന്മ, ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ, ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മക്ക് പകരം ഭക്ഷണം കൊടുക്കലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധു, ജെർമി ബെന്താം, അങ്ങനെ ഓർത്തു വെക്കാം. ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി, ഭക്ഷണത്തിന് പകരം നന്മ. അപ്പൊ അത് ഓർത്തു. പൊതു നന്മ അഥവാ ജനക്ഷേമം,
എല്ലാ രാഷ്ട്രങ്ങളുടെയും ചുമതലയാണ്. അതുകൊണ്ട് തന്നെ പുതിയ ഈ ആധുനിക രാഷ്ട്രം ക്ഷേമരാഷ്ട്രം എന്നും അറിയപ്പെടുന്നുണ്ട്. ആധുനിക രാഷ്ട്രം ക്ഷേമരാഷ്ട്രം, വെൽഫെയർ സ്റ്റേറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഗ്രീക്ക് ചിന്തകരായ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ രാഷ്ട്രത്തിന്റെ പ്രധാന ചുമതലയായി കണക്കാക്കിയത് പൗരന് മെച്ചപ്പെട്ട ജീവിതം നൽകുക എന്നാണ്. പലപ്പോഴും രാജ്യസ്നേഹം രാജ്യസ്നേഹം എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും ഇങ്ങനെ ചാവുന്നതുകൊണ്ട് ഈ രാജ്യസ്നേഹത്തെ പറ്റി നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും എന്റെ ഈ കുടിലമായിട്ടുള്ള രാജ്യസ്നേഹത്തിൽ നിന്നും എന്നെ മാറ്റിയിട്ട് ഒരു ആഗോള പൗരനായിട്ട് എന്നെ മാറ്റണം, അല്ലെങ്കിൽ ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രസ്നേഹം പലപ്പോഴും പലർക്ക് ദേശീയ അല്ലെ ദേശരാഷ്ട്രങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് പുതിയ കാലഘട്ടത്തിൽ. നമ്മുടെ രാഷ്ട്രസ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ കീഴടക്കുന്നതിലേക്കാണ് എന്ന് വിശ്വസിക്കുന്ന പല ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. നമ്മളുടെ അല്ലെ നമ്മൾക്ക് ഇത്രയും സംഭവങ്ങളുണ്ട്, നമ്മൾ കരുത്തരാണ്, ഏത് രാഷ്ട്രത്തെയും നമ്മൾക്ക് അടിച്ചമർത്താൻ പറ്റും അല്ലെ. അത് പലപ്പോഴും രാജ്യസ്നേഹം യഥാർത്ഥത്തിൽ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഈ എന്തിനാണ് രാജ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആ നാട്ടിലെ പൗരന്മാരുടെ വികസനം ലക്ഷ്യമിട്ടാവണം ആ രാഷ്ട്രം പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ പൗരന്മാര് അല്ലെ പൗരന്മാര് ഈ വികസനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ എന്തിന് ഈ ഞങ്ങള് ഇന്ത്യയുടെ പൗരന്മാരാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രം പൗരന്മാർക്ക് നൽകുന്ന വികസനവും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെയാണ് നമ്മളുടെ രാഷ്ട്ര സ്നേഹം എന്ന് പറയുന്നത്. ജനങ്ങളിൽ നിന്ന് അങ്ങോട്ടല്ല, മറിച്ച് രാഷ്ട്രത്തിൽ നിന്ന് ജനങ്ങളിലേക്ക് അല്ലെ. അതിനാണല്ലോ എന്താണ്, ഇതൊരു ഭരണഘടനാ യൂണിറ്റ് ആണ്, ഒരു രാഷ്ട്രീയ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മളെ ഭരിക്കാനുള്ള ഒരു യൂണിറ്റ് ആണ് രാഷ്ട്രം എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾക്ക് സൗകര്യം, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. രാഷ്ട്രം നമ്മൾക്ക് ഏറ്റവും നല്ല സൗകര്യങ്ങൾ തരുമ്പോഴാണ് അതിലെ പൗരന്മാർ പൂർണ്ണരാകുന്നത്. അപ്പോൾ രാഷ്ട്രത്തിനാണ് ഉത്തരവാദിത്വം, പൗരന്മാർക്ക്. ഓക്കെ, അപ്പോൾ രാജ്യസ്നേഹം പലപ്പോഴും നമ്മളുടെ ഡെവലപ്മെന്റ് എത്രയുണ്ട്, നമ്മൾക്ക് ഈ രാഷ്ട്രം ഏതെല്ലാം മേഖലയിൽ വളരാനുള്ള അവസരങ്ങൾ നൽകുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിർവചിക്കപ്പെടേണ്ടത്. അതായത് ഓക്കെ, നമ്മുടെ രാഷ്ട്രം നമ്മൾക്ക് ഇന്ന സൗകര്യങ്ങൾ തരുന്നു, ഇന്ന സംഭവങ്ങൾ തരുന്നു, അവിടെയാണ് നമ്മൾ അഭിമാനിക്കേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ കൂടുതലൊക്കെ പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിലേക്കൊക്കെ പോവാം. അപ്പോ ഇനി അടുത്തത്, ആധുനിക കാലത്ത് അതിവിപുലമായ ചുമതലകളാണ് ആധുനിക രാഷ്ട്രത്തിനുള്ളത്. അതുകൊണ്ട് ക്ഷേമരാഷ്ട്രം. അപ്പൊ അതുകൊണ്ടാണ് കുറെ ചുമതലകൾ ഉള്ളത് കൊണ്ട് ഇതിനെ ക്ഷേമരാഷ്ട്രം എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ രണ്ട് ചുമതലകളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക രാഷ്ട്രത്തിന്റെ ഈ ഒരു ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ചാർട്ട് ഉണ്ട്, ഒരു മിനിറ്റ് കേട്ടോ. ഇതാണ് ചാർട്ട്. നിർബന്ധിത ചുമതല, വിവേചനപരമായിട്ടുള്ള ചുമതല. അപ്പൊ ആധുനിക രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ ക്ഷേമരാഷ്ട്രത്തിന്റെ ചുമതലകളാണ് ഇതൊക്കെ. നിർബന്ധിത ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിർത്തി സംരക്ഷണം. കാരണം ഈ മനുഷ്യന്മാരുടെ സ്വഭാവേ അല്ലെ, ഇങ്ങനെ ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നമ്മൾക്ക് താഴെയാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ അതിർത്തി സംരക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ രാഷ്ട്രീയ യൂണിറ്റിൽ നിന്നുകൊണ്ട് വികസനം ഉണ്ടാക്കാൻ പറ്റില്ല, ആരെങ്കിലും ആക്രമിച്ചിട്ട് പോകും. അപ്പൊ അതിർത്തി സംരക്ഷണം മസ്റ്റാണ്. രണ്ട്, ആഭ്യന്തര സമാധാനം. ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ നിർബന്ധിതമായിട്ടും ആഭ്യന്തരമായിട്ടും പല വ്യത്യസ്തതകൾ ഉണ്ടാവും. അവിടെ ജനങ്ങളെ പരസ്പരം പോരടിക്കാൻ വിടരുത്, കൃത്യമായിട്ട് നിയമം നടപ്പിലാക്കണം. അതാണ് ഒരു രാഷ്ട്രത്തിന്റെ ഒരു ചുമതല. നമ്മുടെ രാഷ്ട്രം അത് നടപ്പിലാക്കുന്നുണ്ടോ? ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെവലപ്ഡ് ആണ്. നടപ്പിലാക്കുന്നില്ലേ? ഇല്ല എന്നുണ്ടെങ്കിൽ ആ ചുമതല സ്റ്റേറ്റ് നിർവഹിക്കുന്നില്ല. അപ്പൊ മറ്റൊരു ചുമതലയാണ് അവകാശ സംരക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ അവകാശ സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരന്മാരുടെ അവകാശം അല്ലെ, നമ്മുടെ അവകാശങ്ങളൊക്കെ നമ്മൾക്ക് കിട്ടുന്നുണ്ടോ, രാഷ്ട്രം ഉറപ്പ് നൽകുന്നുണ്ടോ, അതോ നമ്മുടെ അവകാശങ്ങൾക്ക് മുകളിൽ കടന്നു കയറുന്നുണ്ടോ, അതൊക്കെയാണ്. അപ്പൊ അത് ഒരു നിർബന്ധിത ചുമതലയാണ്. ഓക്കെ, പിന്നെ നീതി നടപ്പാക്കുക, സമൂഹത്തിൽ എത്രത്തോളം നീതി നടപ്പാക്കുക, ഇതൊക്കെ നിർബന്ധിത ചുമതലയാണ്. വിവേചനപരമായിട്ടുള്ള ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകാം, വിദ്യാഭ്യാസ സൗകര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാം, ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാം, ഗതാഗത സൗകര്യം അല്ലെ, ഇതൊക്കെയാണ് വിവേചനപരമായിട്ടുള്ള ചുമതല എന്ന് പറയുന്നത്. ഈ സംഭവം തന്നെയാണ് പറഞ്ഞത്. ഒന്നുകൂടി എനിക്ക് വിശദകരമായിട്ട് അടിയിൽ പോയിന്റ് ആയിട്ട് നൽകിയിരിക്കുന്നു, വായിച്ചു നോക്കിയാൽ മതി. ഈ രാഷ്ട്രം എല്ലാ കാലത്തും നിർബന്ധമായും നിർവഹിക്കേണ്ട ചുമതലകളാണ് നിർബന്ധിത ചുമതല എന്ന് പറയുന്നത്. മാറി നിൽക്കാൻ പാടില്ല കേട്ടോ. നിർബന്ധിത ചുമതല നിർബന്ധമായിട്ട് അത് മാറി നിൽക്കാൻ പാടില്ല. രണ്ട്, ഈ ചുമതലകൾ നിർവഹിക്കാത്ത പക്ഷം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ചില രാഷ്ട്രങ്ങളൊന്നും പലപ്പോഴും അങ്ങോട്ട് ഡെവലപ്പ് ചെയ്ത് വരാത്തത്, രാഷ്ട്രം ഈ ചുമതലകൾ നിർവഹിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ടാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലും സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും അവിടെ സമാധാനം ഇല്ലാത്തത്, രാഷ്ട്രത്തിന് ഈ നിർബന്ധിത ചുമതലകൾ നടപ്പിലാക്കാൻ പറ്റില്ല. ഇപ്പൊ നീതി നടപ്പിലാക്കാൻ, ഒരു സമൂഹത്തിൽ നീതി നടപ്പിലാക്കുമ്പോൾ വിവേചനപരമായിട്ട് നീതി നടപ്പിലാക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? ഈ നീതി നിഷേധിക്കപ്പെടുന്ന ഇരകൾ
വളരെ പെട്ടെന്ന് വെപ്പണൈസ്ഡ്, അതില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ആയുധങ്ങൾ എടുത്ത് പല രീതിയിലും ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങും. എന്നാൽ നിഷ്പക്ഷമായിട്ടുള്ള നീതിയാണ് നടപ്പിലാക്കുന്നതെങ്കിൽ എല്ലാ ആളുകളും രാഷ്ട്രത്തിൽ കാര്യങ്ങൾ വരമേൽപ്പിക്കും. അപ്പൊ അതാണ് നിർബന്ധിത ചുമതല എന്ന് പറയുന്നത്. അപ്പൊ ഈ നിർബന്ധിത ചുമതലകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് നിയമനിർമ്മാണ സഭകൾ, സ്ഥാപനങ്ങൾ, അല്ലെ, നിയമങ്ങൾ, നീതിയൊക്കെ നടപ്പിലാക്കണം. സുപ്രീം കോടതി, പല ആൾക്കാർക്കും തെറ്റ്, അല്ലെ, തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാം, ഹൈക്കോടതിയെ സമീപിക്കാം. നിയമ കമ്മീഷൻ ഉണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്, നിഷ്പക്ഷമായിട്ട് തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അല്ലെ, നമ്മുടെ ഗവൺമെന്റിന്റെ ചെലവുകളും മറ്റു സംഭവങ്ങളും ഒക്കെ എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്ത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ. ലോക്പാൽ, ലോയുക്ത, അതായത് ലോക്പാൽ ലോയുക്തയൊക്കെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകൂടം തന്നെ ഏതെങ്കിലും രീതിയിൽ തെറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തുന്നു, ഇതിനൊക്കെ വേണ്ടിയിട്ട് ലോക്പാൽ, ലോകയുക്തയുണ്ട്. വിജിലൻസ് കമ്മീഷൻ ഉണ്ട്, മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്, പോലീസ് ഉണ്ട്, ആംഡ് ഫോഴ്സ് ഉണ്ട്, സായുധ സേന, നീതി ആയോഗ് ഉണ്ട്, പഞ്ചായത്ത് രാജ് ഉണ്ട്, IPS, IAS, IFS, ഇതെല്ലാം തന്നെ നടപ്പിലാക്കിയിട്ടുള്ളത് ഈ ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുവാനാണ്. നിർബന്ധിത ചുമതല ഈ സ്റ്റേറ്റിന്റെ നിർബന്ധിത ചുമതലയുടെ ഭാഗമായിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ വിവേചനപരമായിട്ടുള്ള ചുമതല, ഇതിൽ നിന്ന് എന്താണ് വ്യത്യാസം ഉള്ളത്? അപ്പൊ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് നിർവഹിക്കേണ്ട ചുമതലകളാണ് വിവേചനപരമായിട്ടുള്ള ചുമതല എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ചില യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, തൊഴിൽ നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മന്ത്ലി പേയ്മെന്റ്, ഇൻകം ഈ വ്യക്തികൾക്ക് നൽകുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് അത്ര സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഗവൺമെന്റിന് പലപ്പോഴും അത്, ഇപ്പൊ ഒരു 30 വയസ്സായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു മാസത്തിന് 2 മാസത്തിന് തൊഴിൽ ഇല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് സാമ്പത്തിക സ്ഥിതി അത്ര ഭദ്രമല്ല. എന്നാൽ സാമ്പത്തിക സ്ഥിതി ഉള്ള രാജ്യങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. സാമ്പത്തികമായിട്ട് രാഷ്ട്രത്തിന്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അനുസരിച്ചിട്ട് നിർവഹിക്കേണ്ട ചുമതലകളായിട്ടുള്ള വിവേചനപരമായിട്ടുള്ള ചുമതലകളിലൂടെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ശമ്പളവും മാസത്തെ അലവൻസ് ഒക്കെ നൽകുന്നുണ്ട്. ഓക്കെ. ഇനി പക്ഷേ നമ്മളും ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ കേരള സർക്കാർ പിന്നെ വാർദ്ധക്യ പെൻഷനൊക്കെ നൽകുന്നുണ്ട്, അല്ലെ, വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൽകുന്നുണ്ട്. അത് ഈ ഒരു നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുകൊണ്ടാണ്. ഇത് ചില വർഷങ്ങളിൽ അതിന് പൈസ കുറച്ച് കൂട്ടുകയൊക്കെ ചെയ്യുന്നത് നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ്. ഇതൊക്കെ വിവേചനപരമായിട്ടുള്ള ചുമതലകളാണ്. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി ഇത്തരം ചുമതലകളുടെ നിർവഹണം ജനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം സാധ്യമാക്കും. ഇപ്പൊ വിദ്യാഭ്യാസം, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം കുറവാണ്. അപ്പൊ അവിടെ പോയി പഠിക്കാൻ, അല്ലെ, 20-40 കിലോമീറ്റർ അപ്പുറത്താണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാവും, അവിടെ പോയി പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തു, 5 കിലോമീറ്റർ ചുറ്റളവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നപ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസമായി. അതാണ് വിവേചനപരമായിട്ടുള്ള ചുമതല എന്ന് പറയുന്നത്. ആരോഗ്യ സംരക്ഷണം, അല്ലെ, കേരളം ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ഏറ്റവും ഡെവലപ്ഡ് ആണ് കേരളം. അതെന്താണ്, അല്ലെ, PHC, ഓരോ അങ്ങാടികളിലും PHC, ഒരു ചെറിയ ഒരു സെന്ററിൽ PHC, പ്രൈമറി ഹെൽത്ത് സെന്റർ ഒക്കെ ഉണ്ടാക്കിയിട്ട് പ്രവർത്തനങ്ങൾ വളരെ ഉഷാറായിട്ട് നടത്തുന്നുണ്ട്. അപ്പോ പുരോഗമനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന രാഷ്ട്രത്തെ നാം ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നു. ആധുനിക രാഷ്ട്രം ഏകദേശം ഈ ഒരു ക്ഷേമരാഷ്ട്രം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ രാഷ്ട്രത്തിന്റെ വിവേചനപരമായ ചുമതലകളുടെ പരിധി നിശ്ചയിക്കുക സാധ്യമല്ല. അപ്പൊ നമുക്ക് ഈ സമ്പത്തിനനുസരിച്ചാണ് വിവേചനപരമായിട്ടുള്ള ചുമതല നിശ്ചയിക്കാൻ പറ്റുള്ളൂ. സമ്പത്ത് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു പരിധി നിശ്ചയിക്കാൻ രാഷ്ട്രത്തിന്റെ വിവേചനപരമായിട്ടുള്ള ചുമതലകൾക്ക് ഒരു പരിധി നിശ്ചയിക്കാൻ നമ്മൾക്ക് കഴിയില്ല. കൂടുതൽ സമ്പത്ത് ഉണ്ടെങ്കിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് ചെയ്യാം. ഇനി കുറയാണ് ആ സംസ്ഥാനത്തിന് അല്ലെങ്കിൽ രാഷ്ട്രത്തിന് കുറച്ച് പൈസയേ ഉള്ളൂ, അപ്പൊ അതിനനുസരിച്ച് കുറയും ചെയ്യും. സാങ്കേതിക വിദ്യയുടെ വളർച്ചയും മനുഷ്യന്റെ ആവശ്യങ്ങളിൽ ഉണ്ടാകുന്ന വർധനവും ഈ മേഖലയെ വിപുലപ്പെടുത്തുന്നു. അതാണ് ഇതിന്റെ ഒരു കാരണം. ഓരോ കാലഘട്ടത്തിലും മനുഷ്യന്റെ ആവശ്യങ്ങളും മേഖലകളും കൂടുതൽ കൂടുതൽ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യാ, ഈ വിവേചനപരമായിട്ടുള്ള ചുമതലക്ക് ഒരു പരിധി നിശ്ചയിക്കാൻ പറ്റില്ല. ഓക്കെ. സോഫ്റ്റ് സ്റ്റേറ്റ്, മറ്റൊരു പരീക്ഷയിൽ എന്താണ് ഡെഫിനിഷൻ എന്ന് ചോദിക്കാൻ സാധ്യതയാണ് ഈ സോഫ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോഫ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹികമായി അച്ചടക്കമില്ലാത്ത, ദുർബലമായ നിയമപാലനം നടക്കുന്ന, അഴിമതി നിറഞ്ഞ രാഷ്ട്രങ്ങളാണ് സോഫ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ഒരു ഡെഫിനിഷൻ. ഒരു സോഫ്റ്റ് സ്റ്റേറ്റിന് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ കഴിയില്ല. അതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണ് പ്രത്യേകത? എന്താണ്? സാമൂഹികമായി അച്ചടക്കമില്ലാത്ത, ദുർബലമായിട്ടുള്ള നിയമപാലനം നടക്കുന്ന, അഴിമതി നിറഞ്ഞ രാഷ്ട്രങ്ങളാണ് സോഫ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പാകിസ്ഥാൻ ഒരു സോഫ്റ്റ് സ്റ്റേറ്റ് ആണ്. സാമൂഹികമായിട്ട് അവിടെ അച്ചടക്കമില്ല. കാരണം എന്താണ്?
തീവ്ര പിന്നെ വാദം ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുള്ളത് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നത്, ആരാധനാലയങ്ങളിലൊക്കെ പലപ്പോഴും പിന്നെ ആരാധനാലയങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ ഗവൺമെന്റ് കഴിയുന്നില്ല. പലപ്പോഴും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ബോംബ് പൊട്ടുന്നു, മറ്റു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു. ദുർബലമായിട്ടുള്ള നിയമപാലനാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ജനങ്ങൾ എന്ത് ചെയ്യുന്നത്, നിയമം കയ്യിലെടുക്കുന്നത്. അഴിമതി ധാരാളമായിട്ടുണ്ട്. അപ്പൊ ഇത്തരം രാഷ്ട്രങ്ങളാണ് സോഫ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആഫ്രിക്കയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സോഫ്റ്റ് സ്റ്റേറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അവിടെ ജനാധിപത്യം ഉണ്ടാവില്ല, അവിടെ തോന്നുന്ന പോലെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുക. ഇനി രാഷ്ട്രത്തിന്റെ സ്വഭാവം പിന്നെ വിശദീകരിക്കുന്ന 4 സിദ്ധാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൂടി നമ്മൾക്കൊന്ന് വിശദീകരിച്ച് നോക്കാം. ഒന്നാമത്തത് മോണിസ്റ്റിക് തിയറി, മോണിസ്റ്റിക് സിദ്ധാന്തം. ഒന്നുമില്ല, മോണിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകം എന്നാണ് ഇതിന്റെ അർത്ഥം, അല്ലെ? മോണോ അല്ലെ? അപ്പൊ മോണിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു രാജാവ്, ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഭരണകൂട സ്ഥാപനത്തെയോ ഏകാധിപതിയായി കണക്കാക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ, ഒരു സ്റ്റേറ്റിന്റെ സ്വഭാവമാണ് ഇത് മോണിസ്റ്റിക് സിദ്ധാന്തത്തിൽ പറയുന്നത്. അപ്പൊ ഈ സിദ്ധാന്ത പ്രകാരം വ്യക്തികൾ രാജ്യത്തിന്റെ ഭാഗമാണ്. വ്യക്തികൾക്ക് സ്വതന്ത്രമായിട്ടുള്ള നിലനിൽപ്പില്ല, അവർ രാജ്യക്ഷേമത്തിനായിട്ട് ജീവിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഭരണകൂട സ്ഥാപനമാണ് ഏകാധിപതി. ബാക്കിയുള്ള രാജ്യത്തെ പൗരന്മാരെല്ലാം തന്നെ ഈ രാജ്യത്തിന്റെ ഭാഗമാണ്, അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു നിലനിൽപ്പില്ല. പിന്നെ ഉദാഹരണമാണ് ടോട്ടാലിറ്റേറിയൻ സ്റ്റേറ്റ്, അല്ലെ? ലൂയി 14 ഫ്രാൻസ്, ഐ ആം ദ സ്റ്റേറ്റ്, ഞാൻ തന്നെയാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ, അല്ലെ? അദ്ദേഹം ഏകാധിപതിയായിരുന്നു. മോണസ്റ്റിക്, ഒരാളാണ് കേന്ദ്രീകരിച്ചിരിക്കുന്ന അധികാരം. അപ്പൊ ഹിറ്റ്ലറിന്റെ നാസി ജർമ്മനി 2ാം ലോക മഹായുദ്ധത്തില്, മുസോളിനിയുടെ ഫാസിസ്റ്റ് ഇറ്റലി, ഇതെല്ലാം തന്നെ മോണിസ്റ്റിക് സിദ്ധാന്തത്തിന് ഉദാഹരണമാണ്. ഇനി ഈ സിദ്ധാന്തത്തിന് പിന്തുണ നൽകിയവരെയും കൂടി നമ്മൾക്കൊന്ന് മനസ്സിലാക്കാം. ഒന്ന് ജീൻ ബോഡിൻ. അപ്പൊ ജീൻ ബോഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് തത്വചിന്തകനാണ്. പരമാധികാരത്തെ സമ്പൂർണമെന്ന് നിർവചിച്ച ആദ്യകാല വ്യക്തികളിൽ ഒരാളാണ് ഈ ജീൻ ബോഡിൻ എന്ന് പറയുന്നത്. അപ്പൊ ജീൻ ബോഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബോഡിയിൽ നമ്മുടെ പരമാധികാരം, അല്ലെ? ഇദ്ദേഹം പരമാധികാരത്തെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. അപ്പൊ നമ്മുടെ ബോഡിക്കുള്ള പരമാധികാരത്തെ സമ്പൂർണം എന്ന് നിർവഹിച്ച വ്യക്തിയാണ് ജീൻ ബോഡിൻ. അപ്പൊ മോണിസ്റ്റിക് സിദ്ധാന്തത്തിന് പിന്തുണ നൽകിയതാണ്. അപ്പൊ തോമസ് ഹോബ്സ് ശക്തവും കേന്ദ്രീകൃതമായ ഒരു പരമാധികാരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകം ലെവിയത്തനിൽ വാദിച്ചു, അല്ലെ? ഹോബ്സ് ഒരു പ്രതീക്ഷയാണ്, നമ്മുടെ ചുറ്റുമുള്ള ഒട്ടുമിക്ക എല്ലാ ആളുകളുടെയും ഒരു പ്രതീക്ഷയാണ് നമ്മൾക്ക് ശക്തവും കേന്ദ്രീകൃതമായിട്ടുള്ള അധികാരം വേണം എന്നുള്ളത്. നമ്മുടെ ചുറ്റുമുള്ളവർക്കൊക്കെ ഒരു തോന്നല, ഒരു ചിന്ത, വേണ്ടാത്തൊരു ചിന്തയാണത്. അപ്പൊ ഹോബ്സ് അങ്ങനെ ആലോചിക്കുക, ശക്തവും കേന്ദ്രീകൃതമായിട്ടുള്ള പരമാധികാരം നമുക്ക് വേണം. ഓസ്റ്റിൻ സൈനിക ബലത്തിന്റെ പിൻബലമുള്ള പരമാധികാരിയുടെ ആജ്ഞ എന്നാണ് പരമാധികാരത്തെ നിർവചിച്ചത്. അപ്പൊ സൈനിക ബലത്തിന്റെ പിൻബലമുള്ള ഒരു പരമാധികാരി, അതിന്റെ ആജ്ഞയാണ് രാഷ്ട്രം എന്നാണ് അതിന്റെ ആജ്ഞയാണ് പരമാധികാരം എന്ന് പറയുന്നത്. ഓസ്റ്റിൻ എന്ന് പറയുന്ന വ്യക്തി പരമാധികാരത്തെ നിർവചിച്ചത് ഇങ്ങനെയാണ്: സൈനിക ബലത്തിന്റെ പിൻബലമുള്ള പരമാധികാരിയുടെ ആജ്ഞ എന്നാണ് പരമാധികാരത്തെ നമ്മുടെ ഓസ്റ്റിൻ നിർവചിച്ചത്. അപ്പൊ ഇവരൊക്കെ മോണിസ്റ്റിക് സിദ്ധാന്തത്തിന് പിന്തുണ നൽകിയവരാണ്. ഒരു രാഷ്ട്രത്തിന്റെ സ്വഭാവത്തിന്റെ സിദ്ധാന്തങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ ഈ സിദ്ധാന്ത പ്രകാരം രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാധികാരി, ഐ ആം ദ സ്റ്റേറ്റ്, മോണിസ്റ്റിക്, ഒറ്റൊരാൾ. രണ്ടാമത്തെയാണ് മൊണാഡ്നിസ്റ്റിക് തിയറി എന്ന് പറയുന്നത്, പ്ലൂറലിസ്റ്റിക് തിയറി എന്നും അറിയപ്പെടുന്നത് മൊണാഡ്നിസ്റ്റിക്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? പരമാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധികാര സ്ഥാപനത്തിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നില്ല. പിന്നെന്താണ് പരമാധികാരത്തിന്റെ പ്രത്യേകത? മറിച്ച് രാഷ്ട്രത്തിലെ വിവിധ ഗ്രൂപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും ഇടയിൽ പങ്കുവെക്കപ്പെടുന്ന സാധനമാണ് ഈ മൊണാഡനിസ്റ്റിക് സിദ്ധാന്ത പ്രകാരം രാഷ്ട്രം എന്ന് പരമാധികാരം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പരമാധികാരം? മൊണാഡനിസ്റ്റിക്, ഒരു അധികാര കേന്ദ്രത്തിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നില്ല, പ്ലൂറലിസ്റ്റിക് ആണ്. അങ്ങനെ ആലോചിച്ചാൽ മതി, പ്ലൂറൽ ആണ്, ഒരുപാട്. പരമാധികാരം എന്ന് പറഞ്ഞാൽ ഒരു അധികാര സ്ഥാപനത്തിൽ മാത്രമല്ല കേന്ദ്രീകരിക്കപ്പെടുന്നത്, മറിച്ച് രാഷ്ട്രത്തിലെ വിവിധ ഗ്രൂപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും ഇടയിൽ, സംഘങ്ങൾക്കും ഇടയിൽ പങ്കുവെക്കപ്പെടുന്നു എന്നാണ് മൊണാഡനിസ്റ്റിക് തിയറി പ്രകാരം പറയുന്നത്. അപ്പൊ ഇതിന്റെ സവിശേഷതകൾ എന്തെല്ലാം നോക്കാം. ഇവിടെ രാഷ്ട്രം ഏറ്റവും മുകളിലുള്ള ഒരു സ്ഥാപനമല്ല, മറിച്ച് നിരവധി സ്ഥാപനങ്ങളിൽ ഒന്ന് മാത്രമാണ്, അല്ലേ? പ്ലൂറൽ ആണ്. 2, കുടുംബങ്ങൾ, ആരാധനാലയങ്ങൾ, ട്രേഡ് യൂണിയനുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവകൾക്കിടയിൽ അധികാരം പങ്കിടുന്നു. അപ്പൊ കുടുംബങ്ങളുണ്ട് ഒരു രാഷ്ട്രത്തില്, ആരാധനാലയങ്ങളുണ്ട്,
ട്രേഡ് യൂണിയൻ ഉണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്, രാഷ്ട്രമുണ്ട്. അപ്പൊ ഈ രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ഇടയിൽ അധികാരം, പരമാധികാരം, രാഷ്ട്രത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിലൊക്കെ ഇതിങ്ങനെ പിന്നെ പങ്കിടുന്ന ഒരു സംഭവമാണ്. അല്ലാതെ രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും മുകളിലുള്ള ഒരു സംഭവമല്ല, മറിച്ച് പരമാധികാരം ഒരു അധികാര കേന്ദ്രത്തിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടാതെ ഈ പറഞ്ഞ കുടുംബം, ആരാധനാലയങ്ങൾ, ട്രേഡ് യൂണിയനുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കിടയിൽ ഇങ്ങനെ പങ്കിടുന്ന ഒരു സാധനമാണ്. രാഷ്ട്രീയതര സ്ഥാപനങ്ങളുടെ സ്വയംഭരണത്തെ ഇത് അംഗീകരിക്കുന്നുണ്ട് അല്ലെ? രാഷ്ട്രമല്ലാത്ത മറ്റു പല സ്ഥാപനങ്ങൾ, മതസഭ, അതേപോലെ തന്നെ ട്രേഡ് യൂണിയനുകൾ, ഇതിന്റെ സ്വയംഭരണത്തെ ഈ സിദ്ധാന്തം അംഗീകരിക്കുന്നു. ഇവർക്കൊക്കെ അവരുടേതായിട്ടുള്ള സ്വയംഭരണ അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പരമാധികാരം വിഭജിക്കാൻ കഴിയും, ആപേക്ഷികം വിമർശനാത്മകവുമാണ്. നമ്മൾ ആദ്യം പറഞ്ഞ തിയറിയിൽ നിന്നും വ്യത്യസ്തമായിട്ട്, മോണസ്റ്റിക് തിയറിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് മൊണാസ്റ്റിലേക്ക് അല്ലെങ്കിൽ പ്ലൂറലിസ്റ്റിക് തിയറിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ പരമാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഭജിക്കാൻ കഴിയും. വിഭജിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ എന്താ? രാഷ്ട്രത്തിന് മാത്രമല്ല, അതിലെ പല സംഘങ്ങൾക്കും ഇടയിൽ വിഭജിക്കാൻ കഴിയും. മാത്രമല്ല വിമർശിക്കാനും കഴിയും. സമൂഹം വ്യക്തികളുടെ കൂട്ടമാണെന്നും ഓരോ വ്യക്തിയും മറ്റുള്ളവരിൽ നിന്നും സ്വതന്ത്രമായി വസിക്കുന്നുവെന്നും ഈ സിദ്ധാന്തം അറിയപ്പെടുന്നു. മറ്റേത് എന്താണ്? വ്യക്തികളെല്ലാം ഏകാധിപതിക്ക് കീഴിൽ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ജീവിച്ചോളണം. ഇവിടെ എന്താ പറയുന്നത്? സമൂഹം എന്ന് പറഞ്ഞ വ്യക്തികളുടെ കൂട്ടമാണ്, ഓരോ വ്യക്തിയും മറ്റുള്ളവരിൽ നിന്നും സ്വതന്ത്രമായി വസിക്കുന്നു എന്ന് ഈ സിദ്ധാന്തം പറയുന്നു. രാഷ്ട്രത്തെ കൂടാതെ തന്നെ വ്യക്തിക്ക് അതിജീവിക്കാനും ഉന്നതി നേടാനും കഴിയും. എങ്ങനെയാ രാഷ്ട്രത്തെ കൂടാതെ വ്യക്തിക്ക് അതിജീവിക്കാനും പിന്നെ ഉന്നതി നേടാനും കഴിയുക? സമൂഹത്തിൽ മറ്റു പല സ്ഥാപനങ്ങളുണ്ട്, ആ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് വ്യക്തിക്ക് വികസിക്കാൻ കഴിയും. സാധാരണക്കാരെ സമ്പന്നരിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു സമിതി മാത്രമാണ് രാഷ്ട്രം. അപ്പൊ രാഷ്ട്രത്തിന്റെ പണി എന്താ? എല്ലാവരെയും നിയന്ത്രിക്കുന്നതിന് പകരം എവിടെയെങ്കിലും ഈക്വൽ ട്രീറ്റ്മെന്റ്, ഇക്വാലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ പാവപ്പെട്ടവരെ സമ്പന്നരിൽ നിന്നും സംരക്ഷിക്കുക. ഇതായിരിക്കണം രാഷ്ട്രത്തിന്റെ പണി എന്ന് പറയുന്നത്. അതാണ് മൊണാഡിനിസ്റ്റിക് അല്ലെങ്കിൽ പ്ലൂറലിസ്റ്റിക് തിയറി. പ്ലൂറലാണ് അല്ലെ? ഒരു രാഷ്ട്രം, പരമാധികാരം എന്ന് പറഞ്ഞ രാഷ്ട്രത്തിന് മാത്രം, എല്ലാവർക്കും ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതിന് പിന്തുണ നൽകിയ വ്യക്തിയാണ് ഹറോൾഡ് ലാസ്കി. ലാസ്കിയുടെ പല സിദ്ധാന്തങ്ങളും അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ലാസ്റ്റ് അല്ല ഫസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ലാസ്കി, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സിദ്ധാന്തങ്ങളും ഡെഫിനിഷൻസും ഒരു വ്യക്തി ഒന്ന് മാത്രമല്ല ഉണ്ടാവുക. അയാള് ഒരു സംഭവത്തെ പറ്റിയിട്ട്, സ്റ്റേറ്റിനെ പറ്റിയിട്ട് തന്നെ പല വിവിധ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ടാവും. അപ്പൊ ഒന്ന് മാത്രം പഠിച്ച് അത് മാത്രം ശരിയെന്ന് വിചാരിച്ചിരിക്കരുത്. അദ്ദേഹം ഇവിടെ പിന്തുണ നൽകി ജനങ്ങളുടെ ജീവിതത്തിൽ വിവിധ സ്ഥാപനങ്ങളുടെ പങ്ക് ഊന്നി പറഞ്ഞ വ്യക്തിയാണ് ഹറോൾഡ് ലാസ്കി. ലാസ്കി രാഷ്ട്രമാണ് ടോപ്പ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മറ്റു സ്ഥാപനങ്ങളുടെ പങ്കും ഊന്നി പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ. അതേപോലെ തന്നെ മാക് ഐവർ, GDH കോൾ രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ ബഹുസ്വരതയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടി അല്ലെ? മാക് ഐവർ മാക്സിമം കോൾ, എല്ലാവരെയും കോൾ ചെയ്യുക, അങ്ങനെയാണ് ബഹുസ്വരത അല്ലെ? ബഹുസ്വരത എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടല്ലോ, അപ്പൊ എല്ലാവരെയും കോൾ ചെയ്യുക. മാക് ഐവർ മാക്സിമം കോൾ, GDH കോൾ, ഇവരാണ് മൊണാഡനിസ്റ്റിക് തിയറിയുടെ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത്, സപ്പോർട്ട് കൊടുത്ത ആൾക്കാർ. അടുത്ത ഡ്യുവലിസ്റ്റിക്, ദ്വന്ദ്വാത്മക സിദ്ധാന്തം. ഡ്യുവലിസ്റ്റിക്, അപ്പൊ ഇത് പേരിൽ തന്നെ ഉണ്ട്. ഡ്യുവൽ എന്ന് പറഞ്ഞാൽ രണ്ട്. രാഷ്ട്രത്തിനും മതസഭ പോലുള്ള സ്ഥാപനത്തിനും ഇടയിൽ അല്ലെങ്കിൽ ദേശീയ നിയമത്തിനും അന്താരാഷ്ട്ര നിയമത്തിനും ഇടയിൽ പരമാധികാരം വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ദ്വന്ദ്വാത്മക സിദ്ധാന്തം പറയുന്നത്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. എന്താണ് ദ്വന്ദ്വാത്മക സിദ്ധാന്തം പറയുന്നത്? രാഷ്ട്രം, മതസഭ, അധികാരം ഇവ രണ്ടുപേർക്കിടയിൽ മാത്രമാണ്. മൂന്നാമതൊരാളില്ലേ? രണ്ടുപേര് മാത്രം. ഒന്ന് രാഷ്ട്രം, മതസഭ, അല്ലെങ്കിൽ എന്താ അന്താരാഷ്ട്ര നിയമം, ഇന്ത്യൻ നിയമം, അല്ലെങ്കിൽ എന്താ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ. ഈ രണ്ടെണ്ണത്തിനിടയിൽ മാത്രം ഇടയിൽ പരമാധികാരം വിഭജിക്കപ്പെട്ടിരിക്കുന്ന തലത്തിലുള്ള ഒരു സംവിധാനമാണ്, രാഷ്ട്രത്തിന്റെ സ്വഭാവമാണ് ഡ്യുവലിസ്റ്റിക്, ദ്വന്ദ്വാത്മക സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇവിടെ അല്ലെ രണ്ട് അധികാര കേന്ദ്രങ്ങൾ പരസ്പരം നിലനിൽക്കുന്നു. ഉദാഹരണം, മധ്യകാല യൂറോപ്പില് അല്ലെ മതസഭയുണ്ട്, അതേപോലെ തന്നെ രാഷ്ട്രമുണ്ട്. ഇനി ഇപ്പോഴത്തെ കാലത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രത്തിന്റെ നിയമമുണ്ട്, നമ്മുടെ ഇന്ത്യയുടെ നിയമമുണ്ട്, അന്താരാഷ്ട്ര നിയമമുണ്ട്. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഇടയിൽ പരമാധികാരം വിഭജിക്കപ്പെട്ടിട്ടുള്ള തരത്തിലുള്ള രാഷ്ട്രം. ഇതാണ് ഡ്യുവലിസ്റ്റിക് സിദ്ധാന്തം പറയുന്നത്. അപ്പൊ ഓരോ അധികാരവും അതിൻ്റെതായ മേഖലയിൽ പരമാധികാരം ഉള്ളതാണ്, ഒന്ന് മറ്റൊന്നിനെ മറികടക്കുന്നില്ല. ബ്ലൻഷ്ലി അദ്ദേഹം പറഞ്ഞത്, ഭരണകൂടം സഭയെ പോലെ ധാർമ്മികവും മതപരവുമായ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കണം. ബ്ലൻഷ്ലി അദ്ദേഹം എന്താ പറഞ്ഞത്? ഭരണകൂടം മധ്യകാല യൂറോപ്പില് സഭയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം അവരായിരുന്നു രാഷ്ട്രത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ള സംഭവമായിരുന്നു.
അപ്പൊ എന്താ പറഞ്ഞുള്ളത്? ഭരണകൂടം സഭയെ പോലെ ധാർമ്മികവും മതപരവുമായ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കണം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇത് ഈ കാലഘട്ടത്തിൽ ഇതൊരു ഭയങ്കര ബ്ലണ്ടർ അല്ലേ? ഈ ഒരു അല്ലേ, ഭരണകൂടവും സഭയും ഒരുമിച്ച് പ്രവർത്തിക്കുക, ഭരണകൂടവും മതവും ഒരുമിച്ച് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിന്റെ പല കാര്യങ്ങളും നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. അതിലൂടെ ഒരു ബ്ലണ്ടർ ആണ്. അപ്പൊ ബ്ലൻഷ്ലി ആണ് ഇതിന്റെ ഒരാള്. അതേപോലെ തന്നെ ഹെൻറിച്ച് ട്രീപ്പൽ അന്താരാഷ്ട്ര നിയമത്തിൽ ദ്വന്ദ്വാത്മക പ്രയോഗിക്കുന്നതിൽ അറിയപ്പെടുന്ന ജർമ്മൻ നിയമജ്ഞനാണ്. അന്താരാഷ്ട്ര നിയമവും ദേശീയ നിയമവും വേറിട്ടതാണെന്നും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് വാദിച്ചു. അപ്പൊ നമ്മളൊരു രാഷ്ട്രം എന്നുള്ള നിലയിൽ നമ്മൾ പറയാണ് നമ്മൾക്ക് ഈ രാജ്യത്തിന്റെ നിയമം മാത്രം മതി, അന്താരാഷ്ട്ര നിയമം നമ്മൾക്ക് ബാധകമല്ല. പക്ഷെ പറ്റൂല, പറയാൻ പറ്റൂല. കാരണം എന്താ? നമ്മുടെ രാജ്യത്തെ പറ്റിച്ചുകൊണ്ട് വേറെ രാഷ്ട്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെ, അവൻ അവിടെ സ്വതന്ത്രമായി ജീവിക്കാം, നമ്മൾ അന്താരാഷ്ട്ര നിയമം ഇല്ല എങ്കിൽ. പക്ഷെ അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്, അവരെ നമുക്ക് പിടിക്കാം. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് അന്താരാഷ്ട്ര നിയമങ്ങൾക്കുണ്ട്. അതുകൊണ്ട് രണ്ടാണ്, സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നും പറഞ്ഞു. അതാണ് ഹെൻറിച്ച് ട്രീപ്പൽ അല്ലെ. റീച്ച്, അവൻ പറ്റിച്ച് റീച്ച്, വേറെ എവിടെയെങ്കിലും റീച്ച് ചെയ്യൂ അല്ലെ. അങ്ങനെ. ഇനി മറ്റൊരു സിദ്ധാന്തമാണ് ഓർഗാനിക് സിദ്ധാന്തം എന്ന് പറയുന്നത്. ജൈവ സിദ്ധാന്തം എന്ന് പറയുന്നു. അപ്പൊ ഓർഗാനിക് സിദ്ധാന്തം രാഷ്ട്രത്തെ ഒരു ജീവജാലമായി കാണുന്നു, ഒരു മനുഷ്യ ശരീരം പോലെ. അപ്പൊ എന്താ അതിന്റെ പ്രത്യേകത? വ്യത്യസ്ത ഭാഗങ്ങൾ, മനുഷ്യ ശരീരത്തിലെ വ്യത്യസ്ത ഭാഗങ്ങൾ ഇതൊക്കെയാണ്. കൈയുണ്ട്, കൈയിന്റെ ധർമ്മം എന്താണ്? ഒരുപാട് കാര്യങ്ങൾ പിടിക്കാനും എടുക്കാനും അല്ലെ. കാലുണ്ട്, നടക്കാൻ. കണ്ണുണ്ട്, കാണാൻ. അതേപോലെ ഓരോ ശരീരഭാഗത്തിനും വ്യത്യസ്ത ചുമതലകളുള്ള പോലെ വ്യത്യസ്ത രാഷ്ട്രത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ, അതായത് സ്ഥാപനങ്ങൾ, വ്യക്തികൾ, പിന്നെ ഇവയ്ക്കെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് ഓർഗാനിക് ജൈവ സിദ്ധാന്തം എന്ന് പറയുന്നത്. അതായത് വ്യത്യസ്ത ഭാഗങ്ങൾ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും നിലനിൽപ്പിനും വേണ്ടി നിർദ്ദിഷ്ട പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു ഒരു രാജ്യത്തിൽ. ഓക്കെ. ഇനി അടുത്തത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ജീവി പോലെയാണ്. നമ്മൾ പറഞ്ഞു രാഷ്ട്രത്തിന്റെ വിവിധ ഭാഗങ്ങൾ, നിയമനിർമ്മാണ സഭ, നീതിന്യായ സംവിധാനം, പൗരന്മാർ അല്ലെങ്കിൽ കോടതി ഒരു ശരീരത്തിന്റെ അവയവങ്ങൾ പോലെ പ്രവർത്തിക്കുന്നു. ഓരോ ഭാഗവും പരസ്പര ആശ്രിതമാണ് അല്ലെ. അപ്പോ ഉദാഹരണത്തിന് നിയമനിർമ്മാണ സഭ, അതേപോലെ തന്നെ നീതിന്യായ സംവിധാനം. അപ്പൊ നമ്മളൊരു നിയമം നിർമ്മിച്ചു, അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. ആര് വേണം അത് പറഞ്ഞു മനസ്സിലാക്കാൻ? കോടതി വേണം. അപ്പൊ ഇത് തമ്മിൽ പരസ്പരം ആശ്രിതമാണ്. ഒറ്റപ്പെട്ട് നിൽക്കാനോ അല്ലെങ്കിൽ പിന്നെ ഒറ്റപ്പെട്ട് നിന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കാനോ ഇവർക്ക് കഴിയില്ല. വ്യക്തിയുടെ ക്ഷേമം രാഷ്ട്രത്തിന്റെ ക്ഷേമത്തെ ആശ്രയിച്ചിരിക്കുന്നു, തിരിച്ചു. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാന ചിന്തകർ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലുമാണ്. ആദ്യകാലത്ത് അടിത്തറ നൽകിയത് ഇവരാണ്. രാഷ്ട്രത്തെ പ്രകൃതിദത്തവും ജൈവികവുമായ ഒരു സ്ഥാപനമായിട്ട് ഈ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും കണക്കാക്കി. പിന്നെ ഓർഗാനിക് തിയറിക്ക് പ്രാധാന്യം കൊടുത്ത ഒരു വ്യക്തിയാണ് തോമസ് ഹോബ്സ് എന്ന് പറയുന്നത്. ഹോബ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹോബ്സ്. അപ്പോ ഇദ്ദേഹം രാഷ്ട്രത്തെ അതിന്റെ അംഗങ്ങൾ ചേർന്ന ഒരു ഏകമായി കണ്ടു. ഒരു ഭീമൻ കൃത്രിമ മനുഷ്യൻ, രാഷ്ട്രത്തെ ഒരു ലവ്യാത്തനുമായിട്ട് താരതമ്യം ചെയ്തു. രാഷ്ട്രത്തെ അതിന്റെ അംഗങ്ങൾ ചേർന്ന ഒരു ഏകകമായി കണ്ടു. നമുക്ക് ഡൗട്ട് വരും, അവിടെയുണ്ട് ഇവിടെയുണ്ട്, കുമ്പിടിയാണ് കുമ്പിടി അല്ലെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് ഒന്ന് പോയി നോക്കാം. എന്താണ് ഈ തോമസ് ഹോബ്സ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം അല്ലെ. ഡൗട്ടൊക്കെ ഇപ്പൊ തന്നെ മാറ്റി മാറ്റി പോണം നമുക്ക്. അയ്യോ കുറെ പോയല്ലോ. കണ്ടോ നിങ്ങള്? മോണസ്റ്റിക് സിദ്ധാന്തത്തിന് തോമസ് ഹോബ്സ് എന്താണ്? ശക്തവും കേന്ദ്രീകൃതമായ ഒരു പരമാധികാരത്തിന് വേണ്ടി വാദിച്ചത് ലെവിയത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശക്തവും കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പരമാധികാരം. അതാണ് മോണസ്റ്റിക് സിദ്ധാന്തത്തിന് പിന്തുണ നൽകിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാൻ കാരണം. ഓക്കെ ആണല്ലോ? കാരണം ഏകം, ഒറ്റൊരാളാണ്. അതാണ് മോണസ്റ്റിക് സിദ്ധാന്തം പറയുന്നത്. ഇനി ഇവിടെ ഓർഗാനിക് സിദ്ധാന്തത്തിന്റെയും തോമസ് ഹോബ്സ് ആണെന്ന് പറയുന്നുണ്ട്. ഒന്നുമില്ല, ചെറിയ മാറ്റാണ്. രാഷ്ട്രത്തെ ഒരു ലവ്യത്തൻ, ഭീമൻ കൃത്രിമ മനുഷ്യനായിട്ട് താരതമ്യം ചെയ്തു. രാഷ്ട്രത്തിന്റെ അതിന്റെ അംഗങ്ങൾ ചേർന്ന ഒരു ഏകകമായി കണ്ടു അല്ലെ. ചെറിയൊരു വ്യത്യാസമാണ്. അതിന്റെ അംഗങ്ങൾ, അതാണ് ഈ ഓർഗാനിക് തിയറിയുടെ പ്രത്യേകത. വ്യത്യസ്ത അവയവങ്ങൾ ഉണ്ട് എന്നാണ്. പക്ഷെ ഒരു ഏകകമായിട്ടാണ് രാഷ്ട്രത്തെ കാണുന്നത്. ഒരു ഭീമൻ കൃത്രിമ മനുഷ്യനായിട്ടാണ് രാഷ്ട്രത്തെ കാണുന്നത്. രണ്ടും ഒരു ഇല്ലേ, ഒരു ചെറിയ സാമ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ തിയറി പ്രകാരം ഇദ്ദേഹം രാഷ്ട്രത്തെ വ്യത്യസ്ത അംഗങ്ങളുള്ള ഒരു ഏകമായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഏറ്റവും ഏകകത്തിന് തന്നെയാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അത്ര ആ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. സ്പെൻസർ ആണ്
സ്പെൻസറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓർഗാനിക് സിദ്ധാന്തത്തിന്റെ പ്രമുഖ വക്താവാണ്. സമൂഹത്തെ ഒരു ജീവജാലമായി നേരിട്ട് താരതമ്യം ചെയ്ത വ്യക്തിയാണ്. രാഷ്ട്രത്തിന്റെ വളർച്ചയിൽ ക്രമേണയുള്ള വികാസം, ഓരോ അംഗത്തിനുള്ള നിർദ്ദിഷ്ട ജോലി എന്നിവയുടെ പ്രാധാന്യം ഊന്നി പറഞ്ഞു. ഇപ്പൊ ഒരു രാഷ്ട്രത്തില് കോടതി ഉണ്ട്, പോലീസ് ഉണ്ട്, പട്ടാളം ഉണ്ട്, ഇങ്ങനെ പല അവയവങ്ങളുണ്ട് അല്ലെ. അതേപോലെ തന്നെ പാർലമെന്റ്, ഇവയ്ക്കെല്ലാം തന്നെ വ്യത്യസ്ത ജോലികളുണ്ട്. നിർബന്ധമായിട്ടും ആ വ്യത്യസ്ത ജോലികൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഒരു ജീവജാലമായി നേരിട്ട് താരതമ്യം ചെയ്യാണ് അല്ലെ, പല അവയവങ്ങളുള്ള ജീവജാലം. അതാണ് സ്പെൻസർ അല്ലെ, ഹെർബർട്ട് സ്പെൻസർ. റോബോട്ട് അല്ലെ, റോബോട്ടിന്റെ ഓപ്പോസിറ്റ് ഹെർബർട്ട്. റോബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, അതന്നെ റോബോട്ട്. അങ്ങനെ കണക്കാക്കിയിട്ട് ഓർത്തു വെച്ച് പഠിക്കുക. റോബോട്ട് അല്ലെ, വ്യത്യസ്ത അവയവങ്ങൾ വ്യത്യസ്ത ഇത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. അതേപോലെ ഇവിടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക റോബോട്ട്. ഇനി അടുത്തത്, അങ്ങനെ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞു ഏകദേശം. ഇനി സിവിൽ സൊസൈറ്റി. സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ ടോപ്പിക് തന്നിട്ടുണ്ട്. രാഷ്ട്രീയ അധികാരത്തിന് ലാഭത്തിന് അതീതമായി നിലനിൽക്കുന്ന രാഷ്ട്രീയതര സന്നദ്ധ സാംസ്കാരിക സംഘങ്ങൾ ഉൾപ്പെടുന്നതാണ് സിവിൽ സൊസൈറ്റി. സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ അധികാരത്തിന് മുകളിൽ ലാഭം ഉണ്ടാക്കുക എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന് അതീതമായിട്ട് നിലനിൽക്കുന്ന രാഷ്ട്രേതര, രാഷ്ട്രമല്ലാത്ത സന്നദ്ധ സാംസ്കാരിക സംഘങ്ങൾ ഉൾപ്പെടുന്ന സംവിധാനത്തെയാണ് നമ്മൾ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് സിവിൽ സൊസൈറ്റിയിൽ ഉണ്ടാവുക? NGOകൾ ഉണ്ടാവും, കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ ഉണ്ടാവും, ട്രേഡ് യൂണിയനുകൾ ഉണ്ടാവും, മതസംഘടനകൾ ഉണ്ടാവും, പ്രൊഫഷണൽ അസോസിയേഷനുകൾ ഉണ്ടാവും. ഇതാണ് സിവിൽ സൊസൈറ്റി. ഇവയെല്ലാം ഉൾപ്പെടുന്നതിനെയാണ് സിവിൽ സൊസൈറ്റി. ഇവര് ലാഭത്തിന്റെ അടിസ്ഥാനത്തിലല്ല പ്രവർത്തിക്കുന്നത്. NGO ലാഭത്തിനാണോ? അല്ല, വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അസുഖങ്ങളുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല NGOകളും പ്രവർത്തിക്കുന്നത് അല്ലെ. ഓട്ടിസം ഉള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഫണ്ടുകൾ നൽകുകയും അവർക്ക് എങ്ങനെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും എന്നൊക്കെ ഉദ്ദേശം വെച്ചുകൊണ്ട് ഒരുപാട് NGOകൾ ഉണ്ട്. അപ്പൊ ഇവരെന്താണ്? രാഷ്ട്രീയ അധികാരത്തിനോ ലാഭത്തിനോ അല്ല, മറിച്ച് സന്നദ്ധ സാംസ്കാരിക സംഘങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന സംഘങ്ങൾ ഉൾപ്പെടുന്ന പൊതുവെ വിളിക്കുന്നതാണ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്ര സന്നദ്ധ സംഘങ്ങൾ ഗവൺമെന്റാലോ സ്വകാര്യ സ്ഥാപനങ്ങളാലോ നിയന്ത്രിക്കപ്പെടുന്നില്ല. കൂട്ടായ താല്പര്യങ്ങൾ, പൊതുനന്മ, പൊതുജനക്ഷേമം, അവകാശങ്ങൾ എന്നിവയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഒരു മധ്യസ്ഥനായി രാഷ്ട്രത്തിനും പൗരന്മാർക്കും ഇടയിൽ അല്ലെ, എല്ലാ കാര്യങ്ങളും രാഷ്ട്രത്തിന് ചെയ്യാനൊന്നും പറ്റൂല. അപ്പോ പിന്നെ ചില കാര്യങ്ങൾ രാഷ്ട്രത്തിന്റെ മുമ്പിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഒരു മധ്യസ്ഥനായിട്ട് പ്രവർത്തിക്കുന്നു. ഉത്തരവാദിത്വം, രാഷ്ട്രീയ അധികാരത്തിനും അഴിമതിക്കും എതിരെ ഇവർ നിലകൊള്ളുന്നു. കാരണം എന്താ? ഇവര് രാഷ്ട്രം ഭയങ്കരമായിട്ട് ഭരണകൂടം പറ്റിക്കുന്നു, വെട്ടിക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അത് ജനങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. അഹിംസാത്മകമായിട്ട് സമാധാനപരമായ മാർഗത്തിലാണ് സിവിൽ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഉദാഹരണങ്ങൾ? സർക്കാർ ഇതര സംഘടനകൾ, NGO, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ. സ്വയം സഹായ ഗ്രൂപ്പുകൾ, SH അല്ലെ, സ്വയം സഹായ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സംഘങ്ങൾ. നമ്മുടെ കേരളത്തിലൊക്കെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ധാരാളമുണ്ട്. കുടുംബശ്രീ ഒക്കെ അതിന് ഉദാഹരണമായിട്ട് നമ്മൾക്ക് പറയാവുന്നതാണ്. ട്രേഡ് യൂണിയനുകൾ, റെസിഡന്റ് വെൽഫെയർ അസോസിയേഷനുകൾ, മതാധിഷ്ഠ സംഘടനകൾ, മാധ്യമങ്ങൾ. ഭാഗികമായിട്ട് മാധ്യമങ്ങളെയും നമ്മൾക്ക് സിവിൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് കണക്കാക്കാം. കാരണം എന്താ അല്ലെ, കൃത്യമായിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ ഗവൺമെന്റിന് മുമ്പിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഒരുപാട് പങ്കുണ്ട്. ജനാധിപത്യത്തിൽ സിവിൽ സൊസൈറ്റിയുടെ പങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. അതായത് പങ്കാളിത്തവും സുതാര്യതയും പ്രോത്സാഹിപ്പിക്കുന്നു, അധികാര ദുർവിനിയോഗം തടയുന്നു, കാവൽക്കാരായിട്ട് പ്രവർത്തിക്കുന്നു, അവകാശങ്ങൾ സംരക്ഷിക്കുന്നു, പാർശ്വവൽക്കപ്പെട്ടവർക്കും ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ വാദിക്കുന്നത്, സർക്കാർ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നു, സേവനങ്ങൾ നൽകുന്നു, വിദ്യാഭ്യാസം, ആരോഗ്യം, ദുരന്ത നിവാരണ മേഖലയിലൊക്കെ സേവനങ്ങൾ നൽകുന്നു. അപ്പൊ ഇന്ത്യയില് സിവിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് ഭരണഘടന അതിന്റെ പിന്തുണ നൽകുന്നുണ്ട്. അസോസിയേഷനുകൾ രൂപീകരിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 19 പ്രകാരം നമ്മൾക്ക് ഭരണഘടന നൽകുന്നുണ്ട്. ചിപ്കോ പ്രസ്ഥാനം, നർമ്മദ ബച്ചാവോ ആന്തോളൻ തുടങ്ങിയിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട്, സാമൂഹികമായിട്ടുള്ള ഉന്നതി ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്നുള്ള പ്രസ്ഥാനങ്ങളൊക്കെ നമ്മുടെ സിവിൽ സൊസൈറ്റി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വളർന്നു വന്നതാണ്. പലപ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ അതിനൊരു വെല്ലുവിളിയാണ്. അതേപോലെ തന്നെ NGOയ്ക്കുള്ളിലെ സുതാര്യത ഒരു പ്രശ്നമാണ് അല്ലെ. മനുഷ്യന്മാരല്ലേ NGOയിലുള്ളത്. സ്വാഭാവികമായിട്ടും അവിടെയും ചില കള്ളത്തരം, മനുഷ്യന്മാരുടെ സ്വഭാവം, നന്മയും മനുഷ്യന്മാരുടെ സ്വഭാവമാണ്, തിന്മ ചെയ്യാനുള്ള സാധനവും മനുഷ്യനുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിൽ സുതാര്യത ഇല്ല. ഫണ്ടിങ് പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ വിദേശ സംഭാവന നിയന്ത്രണ നിയമം. ഇപ്പൊ റീസെന്റ് ഒരു പ്രശ്നം നടക്കുന്നത്, നമ്മുടെ കേരളത്തിലെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് 2018
ദുബായ് 700 കോടി നൽകിയപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അത് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ആ 700 കോടി നമ്മൾ സ്വീകരിച്ചില്ല. അപ്പൊ പക്ഷെ ഇപ്പോ ഇങ്ങനെ ഒരു മഹാരാഷ്ട്രയിൽ ഒരു ദുരന്തം ഉണ്ടായ സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് അവർക്ക് വിദേശ സഹായം സ്വീകരിക്കാനുള്ള അനുവാദം കൊടുത്തു. അപ്പൊ ഇതൊക്കെ ഈ വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിന്റെ ദുരുപയോഗത്തിന് അടയാളമാണ്. ഇപ്പൊ വിശ്വാസ കമ്മി, ഇങ്ങനെയൊക്കെ ചില വിളികളുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ മേജർ കോൺസെപ്റ്റ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ഫ്രീഡം. അപ്പൊ നിയന്ത്രണങ്ങളുടെ അഭാവമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എല്ലാ ആളുകളും, ഇപ്പൊ നിങ്ങളാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അല്ലെ, നിയന്ത്രണങ്ങളുടെ അഭാവം. ആരും നിങ്ങളെ നിയന്ത്രിക്കാനില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ആലോചിച്ച് നോക്കൂ അല്ലെ, നല്ല രസമല്ലേ, കിട്ടിക്കഴിഞ്ഞാൽ നല്ല രസമാണ്. അപ്പൊ സ്വാതന്ത്ര്യത്തിന് രണ്ട് തലങ്ങളുണ്ട്. ഏതാ തലം? ഒന്ന് ബാഹ്യമായിട്ടുള്ള, അല്ലെ, ഞാൻ ഭയങ്കര ഫ്രീഡം അനുഭവിക്കുന്നു, ഒരു വ്യക്തി ഭയങ്കര ഫ്രീഡം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യമായിട്ട് അയാൾ ആരും നിയന്ത്രിക്കുന്നില്ല. അപ്പൊ രണ്ടാമത്തെ ഒരു തലം എന്താണ്? ജനങ്ങൾക്ക് അവരുടെ കഴിവുകൾ വികസിക്കാൻ കഴിയുന്ന സാഹചര്യം. ഇതാണ് ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എന്നെ ആരും നിയന്ത്രിക്കുന്നില്ല, എന്റെ കഴിവ് വികസിപ്പിക്കാൻ, എനിക്ക് ഇഷ്ടമുള്ളത് എഴുതാൻ, ഇഷ്ടമുള്ളത് പറയാൻ, അല്ലെ, ഈ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടോ? ഇതാണ് സ്വാതന്ത്ര്യത്തിന്റെ രണ്ട് തലങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് തലങ്ങളും നിലനിൽക്കുന്ന ഒരു സമൂഹത്തെയാണ് സ്വതന്ത്ര സമൂഹം എന്ന് പറയുന്നത്. ചില നാട്ടിൽ അതില്ല. ചില നാട്ടിൽ പോയിട്ട് നമ്മൾ ഗവൺമെന്റിനെ വിമർശിച്ചു കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് ജയിലിലേക്കൊക്കെ കൊണ്ടുപോയിടും. പിന്നെ ഏതാണ് അണ്ടർഗ്രൗണ്ട് ജയിൽ എന്ന് തന്നെ ആ ഗവൺമെന്റിന് അറിയില്ല, അവിടുത്തെ ആൾക്കാർക്ക് ഒന്നും അറിയില്ല എവിടെയാണുള്ളതെന്ന്. പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ പ്രത്യേകത അല്ലെ, അതാണ് ഈ രണ്ട്. ബാഹ്യമായ നിയന്ത്രണമൊന്നുമില്ല, ഒരു മനുഷ്യന് സ്വതന്ത്രമായിട്ട് വളരാൻ, കഴിവ് വികസിപ്പിക്കാം. അപ്പൊ ഇനി സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയ ചിന്തയുള്ള സങ്കല്പമാണ് സ്വരാജ്. സ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം, രാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണം എന്നീ. അപ്പൊ ഇതാണ് തിലകൻ പറഞ്ഞിട്ടുണ്ട്, സ്വരാജ് എന്റെ ജന്മാവകാശമാണ്, അല്ലെ, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് തിലകനാണ് ഗാന്ധിജിയുടെ ഹിന്ദു സ്വരാജ് എന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹത്തിന്റെ സ്വരാജ് സങ്കല്പം അദ്ദേഹം വിശദീകരിച്ചത്. അപ്പൊ എന്താണ് ഗാന്ധിജി സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മനിയന്ത്രണമാണ് എന്നാണ് ഗാന്ധിജി വിശ്വസിച്ചത്. അപ്പൊ സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജി എന്താ വിശ്വസിച്ചത്? ആത്മനിയന്ത്രണമാണ് എന്നാണ് ഗാന്ധിജി വിശ്വസിച്ചത്. അപ്പൊ നാം നമ്മെ ഭരിക്കാൻ പഠിക്കുമ്പോഴാണ് സ്വരാജ് ഉണ്ടാകുന്നത്. കറക്റ്റ് ആണ് കേട്ടോ, ഗാന്ധിജിയെ നമ്മൾ അങ്ങനെ തല്ലിക്കളയും ചെയ്യരുത്. നാം നമ്മെ ഭരിക്കാൻ പഠിക്കുമ്പോഴാണ് സ്വരാജ് ഉണ്ടാകുന്നത്, ഒരു യാഥാർത്ഥ്യമാണത്. ഓക്കെ അല്ലെ? ഇപ്പൊ ഉദാഹരണത്തിന് എങ്ങനെയാ നാം നമ്മെ ഭരിക്കാൻ പഠിക്കുക? നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് 2 മണിക്കൂർ പഠിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? വേറെ ആരെങ്കിലും ആണോ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്? അല്ലെ, അപ്പുറന്ന് പാകിസ്ഥാൻ വന്ന് നിങ്ങൾ ആക്രമിച്ചിട്ടാണോ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയാത്തത്? അപ്പുറത്തെ അയലോക്കക്കാർ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ പഠിക്കാൻ കഴിയാത്തത്? അല്ലെങ്കിൽ പരീക്ഷ ഇടുന്ന HSIയുടെ പരീക്ഷ ഇടുന്ന ആരെങ്കിലും വന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? നിങ്ങളോടൊപ്പം പഠിക്കുന്ന ആളാണോ നിങ്ങളുടെ പ്രശ്നം? അതേ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു? ഒന്നുമില്ല. നമുക്ക് നമ്മളെ ആത്മനിയന്ത്രണം, അല്ലെ, അതാണ് സ്വരാജ് ഉണ്ടാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. ആത്മനിയന്ത്രണമാണ് സ്വരാജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നാം നമ്മെ ഭരിക്കാൻ പഠിക്കുമ്പോഴാണ് സ്വരാജ് ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുക. 2 മണിക്കൂർ ഇരിക്കുക, പഠിക്കും. ഓക്കെ, ഞാൻ കൃത്യമായിട്ട് 2 മണിക്കൂർ പഠിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഒരു ആത്മനിയന്ത്രണം വേണം. അപ്പോഴാണ് നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ തുടങ്ങുക. ഓക്കെ, അപ്പൊ സ്വരാജ് കേവലം സ്വാതന്ത്ര്യം മാത്രമല്ല, മനുഷ്യ ഗുണങ്ങൾ ഇല്ലാതാക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് വ്യക്തിയുടെ ആത്മാഭിമാനത്തെയും സ്വന്തം ഉത്തരവാദിത്തയും ആത്മസാക്ഷാത്കാരത്തിനുള്ള കഴിവുകളെയും വീണ്ടെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഗാന്ധിജി വളരെ, അല്ലെ, കൃത്യമായിട്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവല സ്വാതന്ത്ര്യമൊന്നുമല്ല, സ്വരാജ് ആത്മനിയന്ത്രണം, അതാണ് സ്വരാജ്. അങ്ങനെയാണ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുള്ളത് ഗാന്ധിജി. അപ്പൊ അത് കേവല സ്വാതന്ത്ര്യമല്ല, മനുഷ്യ ഗുണങ്ങൾ ഇല്ലാതാക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് വ്യക്തിയുടെ ആത്മാഭിമാനത്തെയും സ്വന്തം ഉത്തരവാദിത്തെയും സാക്ഷാത്കാരത്തിനുള്ള കഴിവുകളെയും വീണ്ടെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണത്. അപ്പൊ എന്താ? മനുഷ്യ ഗുണങ്ങൾ ഇല്ലാതാക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന്, അല്ലേ? ഉദാഹരണത്തിന് നമ്മള് കള്ളുകുടി ക്ലബ്ബ് ഉണ്ടാവും, അതിലിങ്ങനെ കള്ളു കുടിച്ച് ഇങ്ങനെ ആകെ, അല്ലെ, അഡിക്റ്റഡ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്, അത് യഥാർത്ഥത്തിൽ നമ്മൾക്ക് സ്വാതന്ത്ര്യമാണ് എന്ന് പല ആൾക്കാരും വിചാരിക്കും. പക്ഷെ അഡിക്റ്റ് ആയിട്ട് നമ്മൾക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഒന്നും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ പോകുമ്പോൾ അത് നമ്മളുടെ സ്വാതന്ത്ര്യം ഇല്ലായ്മയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, സോഷ്യൽ മീഡിയ നമ്മൾ വിചാരിക്കുമോ ഫോണൊക്കെ ഉണ്ട്, വളരെ പ്രോഗ്രസീവ് ആണ്, എത്രയും ഉപയോഗിക്കാന്ന്. പക്ഷെ ഈ ഫോൺ നിങ്ങളെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടാവും. കാരണം എന്താ? ഗുണങ്ങൾ, മനുഷ്യന്റെ ഗുണങ്ങൾ, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് കുറെ പഠിക്കാനുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്, നല്ല ജോലി നേടാനുള്ള കഴിവുണ്ട്. ഈ മനുഷ്യ ഗുണങ്ങളാണ് ഇതൊക്കെ. അത് ഇല്ലാതാക്കുന്ന സ്ഥാപനമാണ് യഥാർത്ഥത്തിൽ, അല്ലെ, പലപ്പോഴും ഇത് കൂടുതൽ ഉപയോഗിക്കുന്ന സമയത്ത്. അപ്പൊ ആ ഇല്ലാതാക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ആത്മാഭിമാനത്തെയും ഉത്തരവാദിത്തെയും ആത്മസാക്ഷാത്കാരത്തിനുള്ള കഴിവുകളെയൊക്കെ വീണ്ടെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഈ സ്വരാജ് എന്ന് പറയുന്നത്. ഗാന്ധിജി വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കുറഞ്ഞ സാമൂഹ്യ നിയന്ത്രണങ്ങളുടെ
നിയന്ത്രണങ്ങളോടെ സ്വന്തം താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കാൻ വ്യക്തിയെ പ്രാപ്തനാകുന്ന സമൂഹത്തെയാണ് ആധുനിക കാലത്ത് സ്വതന്ത്ര സമൂഹം എന്ന് പറയുന്നത്. കുറഞ്ഞ സാമൂഹിക നിയന്ത്രണങ്ങളോടെ സ്വന്തം താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രാപ്തമാക്കുന്ന സമൂഹം. അപ്പൊ കുറഞ്ഞ സാമൂഹ്യ നിയന്ത്രണങ്ങൾ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ബാക്കിയുള്ളവരുടെ മെക്കിട്ട് കയറും. ഓക്കെ, അപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ അതിര് വേണം. അതാണ് ഈ കുറഞ്ഞ സാമൂഹിക നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ അതിരുകളെ സംബന്ധിച്ച പ്രസിദ്ധ സിദ്ധാന്തമാണ് ഹാനി സിദ്ധാന്തം അല്ലെങ്കിൽ ഹാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി അതൊന്ന് പഠിച്ചു നോക്കാം, എന്താണ് ഈ ഹാം പ്രിൻസിപ്പിൾ എന്ന് അറിയാലോ നമുക്ക് അല്ലെ. എന്താണ് ഹാം പ്രിൻസിപ്പിൾ? ഹാനി സിദ്ധാന്തം ശല്യ സിദ്ധാന്തം എന്നറിയപ്പെടുന്നു. ജോൺ സ്റ്റുവർട്ട് മില്ലാണ് ഹാനി സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഹാനി സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് പറഞ്ഞ് പരീക്ഷയിൽ ചോദിക്കും. ഹാം പ്രിൻസിപ്പിൾ ആരാണ്? ജോൺ സ്റ്റുവർട്ട് മിൽ. അല്ലെ, മില്ലിലൊക്കെ പോയി കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഞാൻ മില്ലിലൊക്കെ പോകുന്ന സമയത്ത് അമ്മ എപ്പോഴും പറയും വളരെ ശ്രദ്ധിക്കണം, കൈയും കാലൊക്കെ മില്ലിൽ കൊണ്ടു കഴിഞ്ഞാൽ ഹാം, അല്ലെ, കൈയിനൊക്കെ വളരെ ഹാനികരമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോ മില്ലാണ്, ജോൺ സ്റ്റുവർട്ട് മില്ലാണ് ഹാനി സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ സ്വാതന്ത്ര്യം പറ്റി ഓൺ ലിബർട്ടി എന്ന വിഖ്യാത പ്രബന്ധത്തിലാണ് അദ്ദേഹം ഈ ആശയം അവതരിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ മനുഷ്യരാശി ഇടപെടുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരേ ഒരു ലക്ഷ്യം ആത്മരക്ഷ ആയിരിക്കണമെന്ന് JS മിൽ. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്വാതന്ത്ര്യവും മനുഷ്യന് വേണം. പക്ഷെ ചെറിയ നിയന്ത്രണങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ. ആ ഒരു നിയന്ത്രണം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ മാനവരാശി ഇടപെടുന്നുണ്ടെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മരക്ഷയായിരിക്കണം എന്ന്. അതായത് എന്നെ ആക്രമിക്കാൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറൊരാളെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് മാത്രമേ ഒരാളുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾക്ക് ഇടപെടാൻ പറ്റൂ എന്നാണ് ജോൺ സ്റ്റുവർട്ട് മിൽ. നല്ലൊരു ഇതാണ് അല്ലെ, നല്ലൊരു സംഭവമാണത്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നു അല്ലെ, ഹൂ കെയർസ്, ഞാൻ സ്വാഭാവികമായിട്ടും ചെയ്യും. പക്ഷെ ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് എന്റെ കൈയെടുത്ത് വീശുകയാണ്, നിങ്ങളെ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്റെ സ്വാതന്ത്ര്യം നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട്. അതാണ് സ്റ്റുവർട്ട് മില്ല് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരാളുടെ പ്രവൃത്തിയെ മില്ല് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് സ്വസംബന്ധിയായ പ്രവൃത്തികൾ, സെൽഫ് റിഗാർഡിങ്. രണ്ട് അപരസംബന്ധിയായ പ്രവൃത്തികൾ. അപ്പൊ സ്വസംബന്ധിയായ പ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ പ്രവൃത്തികളുടെ ഫലങ്ങൾ അയാളെ മാത്രം ബാധിക്കുന്നവയാണെങ്കിൽ അതിന് സംബന്ധിയായ പ്രവൃത്തികൾ എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്നെ മാത്രം ബാധിക്കുന്നു, അതാണ് സ്വസംബന്ധിയായ പ്രവൃത്തികൾ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ പ്രവർത്തികൾ മറ്റുള്ളവരെ ബാധിക്കുകയാണെങ്കിൽ അതിനെ അപരസംബന്ധിയായ പ്രവൃത്തികൾ എന്ന് പറയുന്നു. ഈ അപരസംബന്ധിയായ പ്രവൃത്തികൾ ചെയ്യുന്നുവെങ്കിലാണ് ഒരാളുടെ സ്വാതന്ത്ര്യം നിയന്ത്രിക്കേണ്ടത് എന്നാണ് മിൽ പറഞ്ഞിട്ടുള്ളത്. ഒരാളുടെ പ്രവർത്തനങ്ങൾ അയാളെ മാത്രം ബാധിക്കുകയാണെങ്കിൽ രാഷ്ട്രത്തിനോ ഏതെങ്കിലും ബാഹ്യ അധികാരികൾക്കോ ഇടപെടാൻ അധികാരമില്ലെന്ന് മില്ല് വാദിക്കുന്നു. ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ ബാധിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഹാനികരമാകും എങ്കിൽ ബാഹ്യമായ ഇടപെടലിന് നീതീകരണമുണ്ട് എന്നും മില്ല് പറയുന്നു. അപ്പൊ ഇദ്ദേഹം സ്വാതന്ത്ര്യം പറഞ്ഞിട്ടുള്ള എന്താ? നിങ്ങൾ എല്ലാ സ്വാതന്ത്ര്യം എടുത്തോളൂ, ആരും ഇടപെടൂല, പക്ഷെ വേറൊരുത്തനെ, അത് തന്നെയാണ് അല്ലെ നമ്മളുടെയൊക്കെ ഒരു അഭിപ്രായമാവേണ്ടത്. നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്, വേറൊരുത്തനെ ഹാനികരമാകുന്ന രീതിയിൽ അല്ലെ, അവന്റെ ശരീരത്തിൽ മുറിവേൽക്കുകയോ കൊലപ്പെടുകയോ അല്ലെ, അവനെ കുഴിയിൽ ഇന്റൻഷനലി കൊണ്ട് പറ്റിക്കുക. അതായത് ഈ ഒരു സാധനത്തിൽ ഞാൻ ഈ തരുന്നത് ഗോൾഡ് എന്ന് പറയുന്ന സാധനമാണ്, ഈ ഗോൾഡില് അല്ലെ നിങ്ങൾക്ക് 60,000 രൂപയാണ് ഇതിനുള്ളതെന്ന് പറഞ്ഞു തരുന്നത്, എനിക്ക് 1000 രൂപയുടെ മുക്കാണ് ഈ തരുന്നത് എങ്കിൽ അത് പറ്റിക്കുകയാണ്, വേറെ ഉള്ള ഒരു വ്യക്തിയെ ഹാനികരമായി ബാധിക്കും, അദ്ദേഹത്തിന്റെ സമ്പത്തൊക്കെ ഇല്ലാതാവും. ഇത്തരം ഘട്ടത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരാളുടെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കേണ്ടത് എന്നാണ് മില്ല് പറയുന്നത്. അപ്പൊ ഇനി സ്വാതന്ത്ര്യത്തിന് നിഷേധാത്മകവും ക്രിയാത്മകവുമായ രണ്ട് മാനങ്ങൾ ഉണ്ട് എന്ന് അവതരിപ്പിച്ച ബ്രിട്ടീഷ് സൈദ്ധാന്തികൻ. അപ്പൊ മില്ല് അവർ കഴിഞ്ഞു കേട്ടോ, ഇനി അത് പോട്ടെ, ഇനി അത് ആലോചിച്ചിരിക്കരുത്. കാരണം ഈ സ്വാതന്ത്ര്യത്തിന്റെ കോൺസെപ്റ്റ് ഒരുപാടുണ്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ. അപ്പൊ സ്വാതന്ത്ര്യത്തിന് നിഷേധാത്മകവും അതേപോലെ തന്നെ ക്രിയാത്മകവുമായ രണ്ട് മാനങ്ങൾ ഉണ്ട് എന്ന് അവതരിപ്പിച്ച ബ്രിട്ടീഷ് സൈദ്ധാന്തികനാണ് ഇസയ ബെർലിൻ. ഇതൊക്കെ നമ്മുടെ SCRT പുസ്തകത്തിലാണ് കേട്ടോ, അതൊക്കെ ചിലപ്പോൾ പരീക്ഷയിൽ ചാടിക്കേറി വരും. സ്വാതന്ത്ര്യത്തിന് നിഷേധാത്മകവും നെഗറ്റീവ്, ക്രിയാത്മകവും പോസിറ്റീവ് രണ്ട് മാനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച വ്യക്തിയാണ് ഇസയ ബെർലിൻ എന്ന് പറയുന്നത്. ഇസയ ബെർലിൻ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് ടു കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി. ഇത് ഓർത്തു വെക്കാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഇസയ ബെർലിൻ എന്താണ്? ഇസയ ബെർലിൻ, ബെർലിനിൽ ഒരു മതിലുണ്ടായിരുന്നു, ജർമ്മനിനെ ഈസ്റ്റ് വെസ്റ്റ് ജർമ്മനി എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അല്ലെ. രണ്ട് കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി, സ്വാതന്ത്ര്യത്തിന്റെ രണ്ട് വ്യത്യസ്ത സ്വാതന്ത്ര്യങ്ങൾ അനുഭവിച്ചിരുന്ന അല്ലെ, ഒന്ന് കമ്മ്യൂണിസം ഒന്ന് ക്യാപിറ്റലിസം.
അപ്പൊ ടു കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി അല്ലെ, ആരാണ്, എവിടെയായിരുന്നു ആ ടു കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി? സ്വാതന്ത്ര്യത്തിന്റെ മതിൽ എന്നൊക്കെയാണ് പിന്നീട് അത് അറിയപ്പെട്ടിരുന്നത്, വാൾ ഓഫ് ലിബർട്ടി അല്ലെ. അപ്പൊ ബെർലിനിലാണ് അത് ഉണ്ടായിരുന്നത്. അപ്പൊ ഇസയ ബെർലിന്റെ പുസ്തകമാണ് ടു കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പോ ബാഹ്യമായിട്ടുള്ള യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത അവസ്ഥയാണ് നെഗറ്റീവ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതായത് പിന്നെ നിഷേധാത്മക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബാഹ്യമായിട്ടുള്ള യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത അവസ്ഥയാണ് നിഷേധാത്മക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഒരാൾ ആഗ്രഹിക്കുന്ന ഒക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് നിഷേധാത്മക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വ്യക്തികൾ സർവ്വസ്വാതന്ത്ര്യവും പരമാധികാരിയുമായിരിക്കും അല്ലെ, നിഷേധാത്മക സ്വാതന്ത്ര്യം എന്തും ചെയ്യാം. അപ്പൊ ഇനി ധാർമ്മികമായും യുക്തിപരമായും ഒരാൾ സ്വയം നിർണ്ണയിക്കുന്നതാണ് ക്രിയാത്മകമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പൊ ക്രിയാത്മക സ്വാതന്ത്ര്യം അയാളുടെ ആഗ്രഹങ്ങൾ, തീരുമാനങ്ങൾ, പ്രവൃത്തികൾ എന്നിവയിൽ അയാൾക്ക് പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരിക്കും. വ്യക്തി വികസനത്തെ തടസ്സപ്പെടുന്ന നിയന്ത്രണങ്ങൾ കഴിയുന്നത്ര കുറക്കുന്ന വിധത്തിലുള്ള സ്വാതന്ത്ര്യമാണ് ക്രിയാത്മക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പൊ ക്രിയാത്മക സ്വാതന്ത്ര്യത്തിൽ എന്താണ്, ഒരാളുടെ എല്ലാ വ്യക്തി വികസനം പരമാവധി വികസിപ്പിക്കണം, അതിനെ തടസ്സപ്പെടുന്ന നിയന്ത്രണങ്ങൾ കഴിയുന്നത്ര ഇല്ലാത്ത വളരെ കുറഞ്ഞ നിയന്ത്രണങ്ങൾ മാത്രമുള്ളതാണ് ക്രിയാത്മക സ്വാതന്ത്ര്യം. പക്ഷെ ഇവിടെ എന്താ, ചില കാര്യങ്ങളിലൊക്കെ ഒരു നിയന്ത്രണം വേണം എന്നൊരു മനുഷ്യന്റെ ധാർമ്മികമായിട്ടും യുക്തിപരമായിട്ടും ഒക്കെ സ്വയം നിർണ്ണയിക്കുന്ന ഒരു സമീപനം ഇവിടെ ഉണ്ട്. അതാണ് ക്രിയാത്മക സ്വാതന്ത്ര്യം എന്ന് പറയുന്നു. ഇനി വോൾട്ടയർ പറഞ്ഞിട്ടുള്ള 100,000 വോൾട്ട് പിന്നെ ഒരു ഡെഫിനിഷൻ ആണ്. നിങ്ങൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു, പക്ഷേ അത് പറയാനുള്ള ഞാൻ യോജിക്കുന്നു. ഓക്കെ ഇവിടെ യോജിക്കുന്നു എന്നല്ല കേട്ടോ, നിങ്ങൾ പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു, പക്ഷെ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി മരണം വരെ ഞാൻ പോരാടും. ഇവിടെ ചെറിയൊരു വി എന്ന് പറയുന്ന ഒരു സാധനം പോയിട്ടോ, പക്ഷെ ആ വി പോയി കഴിഞ്ഞാൽ എല്ലാം ഇവിടെ കംപ്ലീറ്റ് ഔട്ടാവും, അതിന്റെ അർത്ഥേ മാറും. വോൾട്ടയറിന്റെ പിന്നെ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വോൾട്ടയറിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാക്യമാണ്, നിങ്ങൾ പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു. നിങ്ങൾ പറയുന്നത് ഞാൻ യോജിക്കുന്നേ ഇല്ല, പക്ഷേ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി മരണം വരെ ഞാൻ പോരാടും. വോൾട്ടയർ. അതാണ് വോൾട്ടയർ ഈ സ്വാതന്ത്ര്യത്തിന് നൽകിയ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നൽകിയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട കലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് SCERT പുസ്തകത്തിലാണ് കേട്ടോ. ഫിലിം ദീപ മേത്തയുടെ വാട്ടർ, ഈ ഫിലിമിനെതിരെ ഭയങ്കരമായിട്ട് ഇതൊക്കെ ഉണ്ടായിട്ട് നിരോധിക്കേണ്ട ഒരു ഘട്ടം വന്നു. അതേപോലെ തന്നെ രാമായണ റീടോൾഡ്, ഒബ്രേ മേനോന്റെ പുസ്തകമാണ്, അത് നിരോധിക്കേണ്ട അവസ്ഥ വന്നു. സൽമാൻ റുഷ്ദി ദ സത്താനിക് വേഴ്സസ്, അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആക്രമണത്തിനൊക്കെ ഇരയായിട്ടുണ്ട് ഈ അടുത്ത്. അദ്ദേഹത്തിന്റെ കഴുത്തിനും തലയിലൊക്കെ കുത്തി പരിക്കേൽപ്പിച്ചു. ഒരു പുസ്തകം എഴുതിയതിന്റെ പേരിലാണ് ആൾക്കാർക്ക് നിങ്ങൾ പറയുന്നതോടെ ഞാൻ വിയോജിക്കുന്നു, പക്ഷെ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശം മരണം വരെ പോരാടും. അതാണ് സ്വാതന്ത്ര്യത്തിന്റെ ഒരു വലിയ നിർവചനം എന്നൊക്കെ പറയുന്നത്. പല ആൾക്കാർക്കും അത് പറ്റൂല. ഞാൻ പറയുന്ന കാര്യത്തിന് എതിരായി പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കൊല്ലണം എന്നുള്ളതാണ് പല ആൾക്കാരുടെയും ഉള്ളിലുള്ള ഒരു ആഗ്രഹം. അതൊക്കെ ഒരു സിവിലൈസ്ഡ് മനുഷ്യനായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഒന്നുകൂടി വികസിച്ചിട്ടില്ല ചിന്തകൾ. ഞാൻ പറയുന്നത് മാത്രം ശരിയെന്ന് പറഞ്ഞു നിൽക്കുന്ന കൂട്ടരാണ് അവരൊക്കെ. മാർട്ടിൻ സ്കോർസസിന്റെ ദ ലാസ്റ്റ് ടെംപ്ടേഷൻ ഓഫ് ക്രൈസ്റ്റ് ഒരു ഫിലിമാണ്, ഇതിനെതിരെ വിമർശനങ്ങൾ ഉണ്ടായി. പ്രദീപ് ദൽവി, മീൻ നാഥുറാം ബോൾട്ടെ എന്ന് പറയുന്നത്, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട പുസ്തകങ്ങളാണ് ലോങ് ബാക്ക് ടു ഫ്രീഡം, അത് NCERTന്റെ ഈ ഒരു ബന്ധപ്പെട്ട പാഠത്തിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. SCERTയുടെ നെൽസൺ മണ്ടേലയുടെ പുസ്തകമാണ് ലോങ് ബാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്നത്. ഫ്രീഡം ഫ്രം ഫിയർ, ആങ് സാൻ സൂക്കിയുടെ പുസ്തകമാണ് ഫ്രീഡം ഫ്രം ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പൊളിറ്റിക്കൽ കൾച്ചർ, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്നൊക്കെ പറയുന്ന കുറച്ച് ടോപ്പിക്കുകളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടുന്ന തന്നെയാണ്. ഇത് ഞാൻ തിരുത്തി ഗ്രൂപ്പിലിടും. നിങ്ങൾ പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു എന്നാണ് കേട്ടോ, പക്ഷെ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി മരണം വരെ ഞാൻ പോരാടും. അങ്ങനെയാണ് നിങ്ങൾ അത് മാറ്റി വായിക്കേണ്ടത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. നല്ലോണം പഠിക്കുക, വായിച്ച് അങ്ങനെ വിട്ടാൽ മതി. പിന്നെ റിവിഷൻ റിപ്പീറ്റേഷൻ ഒക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. ഓക്കെ, വീണ്ടും കാണാം. ബൈ.